ونصف الآجال والقلوب عنده مفضية والسر عنده علانية والحلال ما حل والحرام ما حرم والدين ما شرع والأمر ما قضى. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. സ്നേഹസമ്പന്നനുമായ നാഥൻ നമ്മെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. ഇവിടെ പറയാൻ പോകുന്ന വിഷയം വേണ്ട പോലെ പഠിക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ബനൂ ഇസ്രായേലും സമകാലിക മുസ്ലിം സമൂഹവും എന്ന വിഷയമാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ഖുർആൻ ഒരു കഥാഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആൻ കഥാഗ്രന്ഥമല്ല എങ്കിലും കുറേയധികം കഥകൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കഥ കഥയ്ക്ക് വേണ്ടി എന്ന സങ്കല്പത്തിനുമപ്പുറം പരിശുദ്ധ ഖുർആൻ കഥ പറയുന്നത് ചില മെസ്സേജുകൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ്. ഈ മെസ്സേജുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ കഥകളെ നമുക്ക് വിഭാവനം ചെയ്യുക പ്രയാസമാണ്. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ 25ഓളം പേരുടെ കഥകൾ ഖുർആൻ പറയുന്നുണ്ട്. ആ കഥകൾക്കിടയിൽ ഏറ്റവും അധികം പരിശുദ്ധ ഖുർആൻ എടുത്തു വെക്കുന്ന, മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ എടുത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഖുർആനിന്റെ അനുയായികളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു വെക്കുന്ന ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ അഥവാ ജൂത സമൂഹം. ജൂത സമൂഹത്തിന്റെ ചരിത്രങ്ങളെ പരിശുദ്ധ ഖുർആൻ വല്ലാതെ വിശകലനം ചെയ്യുന്നുണ്ട്. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ ജൂത സമൂഹത്തിന്റെ അല്ലെങ്കിൽ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം അടിക്കടി ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? ഒരു സമൂഹം ഉയർന്നാൽ എങ്ങനെ ഉയരാമെന്നും ഒരു സമൂഹം അധപ്പതിച്ചാൽ എങ്ങനെ അധപ്പതിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഏറ്റവും സമുജ്ജലമായ ഒരു ചരിത്രഗതിയാണ് യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഒരു കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അടിക്കടി നിയോഗിച്ച് അനുഗ്രഹിച്ച ഒരു സമൂഹം, അധികാരം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച സമൂഹം, രാജാധിപത്യം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച സമൂഹം, ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു പൊങ്ങാൻ കഴിയുന്ന തരത്തിൽ പ്രൗഢമായ പ്രമാണങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സമൂഹം, ഏറ്റവും ഒടുവിൽ
ആ സമൂഹത്തെ ഔന്നത്യത്തിന്റെ പദവിയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് ലോകത്ത് അലയാൻ വിട്ടതിന്റെ കഥയാണ് ബനൂ ഇസ്രായേലിന്റെ ചരിത്രം, അല്ലേ? ഒരു കാലത്ത് ഏറ്റവും സമുന്നതിയിൽ നിന്നൊരു സമൂഹമാണ്. അള്ളാഹു പ്രവാചകന്മാരെയും അധികാരവും അതുപോലെ തന്നെ സമ്പത്തും ആഢ്യത്വവും കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സമൂഹമാണ്. പിന്നീട് പടച്ചു തമ്പുരാൻ ഈ അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് ഭൂമി ലോകത്ത് അലയാൻ വിട്ടു ഈ സമൂഹത്തെ. എന്തുകൊണ്ടാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഇങ്ങനെ അലയാൻ വിട്ടത്? 4000 കൊല്ലം സമൂഹത്തെ ജനങ്ങളുടെ ലോക ചരിത്രത്തിന്റെ നെറുകയിൽ കയറുന്ന ഒരു സമൂഹമാണ്. 4000 കൊല്ലം. ഈ 4000 കൊല്ലത്തിന് ശേഷം ഈ സമൂഹത്തെ അള്ളാഹു ആധിപത്യത്തിൽ നിന്ന് പിടിച്ചിറക്കി. എന്തുകൊണ്ട് അവരെ അങ്ങനെ അലയാൻ വിട്ടു? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു കാലത്ത് ഈ സമൂഹം ആരായിരുന്നു? അള്ളാഹുവിന്റെ ഖുർആൻ പറയും, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് ചെയ്ത ഒരു പ്രഭാഷണമാണ്. മൂസ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു, യാ ഖൗമി ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, എന്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക. ഇദ് ജഅല ഫീകും അംബിയാ, അള്ളാഹു നിങ്ങളിൽ അൻബിയാക്കന്മാരെ അയച്ചു, പ്രവാചകന്മാരെ അയച്ചു. വജഅലകും മുലൂകൻ, നിങ്ങളിൽ നിന്ന് രാജാധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി, നിങ്ങളിൽ നിന്ന് അധികാരികളെ ഉണ്ടാക്കി. വആതാകും മാ ലം യുതി അഹദൻ മിനൽ ആലമീൻ, ലോകർക്ക് ഇതുവരെ നൽകാത്തത്ര സവിശേഷമായ സ്ഥാനഗണങ്ങളും സൗകര്യവും അല്ലാഹു നിങ്ങൾക്ക് നൽകി. അപ്പോ ബനൂ ഇസ്രായേലിന്റെ ഇന്നലകളിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. മൂസ ബനൂ ഇസ്രായേലിന്റെ അഭ്യുദയ ചരിത്രം ആരംഭിക്കുന്നത് മൂസ നബിയോട് കൂടിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സാന്ദർഭികമായി പറഞ്ഞതാണ്. ബനൂ ഇസ്രായേലിനെ നമ്മൾ ഏറ്റവും അധികം പരാമർശിക്കുന്നത് മൂസ നബിയോട് ചേർത്ത് വെച്ചാൽ. പക്ഷെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ അഭ്യുദയ ചരിത്രം ആരംഭിക്കുന്നത് മൂസ നബിക്ക് മുമ്പാണ്. ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഇന്നലകളിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അവരുടെ പൂർവ്വ പ്രതാപത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കണം. നിങ്ങളിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു, നിങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ അധികാരം നിങ്ങൾക്ക് നൽകി, അതുപോലെ തന്നെ രാജാധിപത്യം നൽകി. ലോകർക്ക് നൽകാത്തത്ര ശ്രേഷ്ഠമായ പദവികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകി എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. എന്നിട്ടോ സൂറത്തുൽ ബഖറയിൽ 47-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ കാണാം, യാ ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, എണ്ണമറ്റ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ലോകരേക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കി, ഇതും നിങ്ങൾ ഓർക്കുക എന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഇസ്രായേൽ സമൂഹത്തിന്റെ അനുഗ്രഹങ്ങളെ, ഇസ്രായേൽ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. അത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട് ഒരുപാട് തവണ. അത് ഫിർഔന്റെ മരണത്തിന് ശേഷം സീനായി മരുഭൂമിയിൽ ഇസ്രായേൽ സമൂഹം താമസിച്ചൊരു സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ മന്നും സൽവയും കൊടുത്ത് അനുഗ്രഹിച്ചു ഈ സമൂഹത്തെ. മന്നും സൽവയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സവിശേഷമായി പരിഗണിച്ചുകൊണ്ട് അല്ലാഹു മന്നും സൽവയും ഇറക്കി കൊടുത്ത ഒരു സമൂഹം. അത് പോരാഞ്ഞിട്ട് ഈ 12 ഗോത്രത്തിനും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് 12 അരുവികൾ, അങ്ങനെ എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു സമൂഹം. ഇന്ന് നമുക്കത് സങ്കല്പിക്കാൻ പ്രയാസമാണ്. ഈ ആധുനിക യുഗത്തിലും നേരെ ചൊവ്വെ തണല് പോലും ഇല്ലാത്ത, പകലോന്റെ വെട്ടം കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഒരു മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ വർഷങ്ങളോളം പോറ്റുക എന്ന് പറയുന്നത് ഈ ആധുനിക യുഗത്തിൽ പോലും പ്രയാസമാണ്. അപ്പോ ഇന്നത്തെ കാലത്ത് നിന്ന് ഒരുപാട് അകലെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പിറകോട്ട് ചിന്തിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഒരു സമൂഹത്തെ വെട്ടിത്തിളയ്ക്കുന്ന ഒരു മരുഭൂമിയിൽ വർഷങ്ങളോളം സവിശേഷമായി തെരഞ്ഞെടുത്ത് ഭക്ഷണം കൊടുത്ത് പോറ്റിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. അത് തിരുനേരം ആലോചിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷെ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവസാനം നിന്ദയും പതിതത്വവും ആവരണം ചെയ്തു ആ സമൂഹത്തെ. അള്ളാഹു അനുഗ്രഹിച്ചു, ഒരുപാട് അനുഗ്രഹിച്ചു. ഒരു സമൂഹത്തിന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സമുജ്ജലമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ സമ്പന്നമാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ ഈ അധികാരത്തിൽ നിന്നുകൊണ്ട്, ഈ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് പിടിച്ചിറക്കിയിട്ട് അവരെ അലയാൻ വിട്ടു. അവരുടെ മേൽ നിന്ദ്യതയും പതിതത്വവും ആവരണം ചെയ്തിരിക്കുന്നുവെന്ന്. ഇത് മാത്രമാണോ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലാഹു നിന്റെ രക്ഷിതാവ് വിളംബരം ചെയ്ത സന്ദർഭം നിങ്ങൾ സ്മരിക്കുക.
ലയബഅസന്ന അലൈഹിം ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഒരു സമൂഹത്തെ ഇങ്ങനെ അവമതിക്കുമോ? അല്ലേ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഖിയാമത്ത് നാൾ വരെ മയ്യസൂമുഹും സൂഅൽ അദാബ്, നിങ്ങളെ മോശമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ നിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ജൂത സമൂഹത്തിന് ലോകാന്ത്യം വരെ പീഡനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പോരാ, വഖത്തഅനാഹും ഫിൽ അർദി ഉമമൻ, സൂറത്ത് അറാഫ് 167, 68 ആയത്തുകൾ പരിശോധിച്ചാൽ മതി. വഖത്തഅനാഹും, നാം അവരെ ഛിന്ന ഭിന്നമാക്കും. ഫിൽ ഉമമി വഖത്തഅനാഹും ഫിൽ അർദി ഉമമൻ, ഭൂമിയിൽ പല സമൂഹങ്ങളാക്കി ഇവരുടെ ഐക്യതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഛിന്ന ഭിന്നമാക്കി കളയുമെന്ന് ഖുർആൻ പറയുന്നു. ഇത്രയേറെ നിന്ദ്യതയും പതിതത്വവും ഏറ്റുവാങ്ങാൻ ഈ സമൂഹം എന്താ ചെയ്തത്? ഒരു കാലത്ത് ഇവർ ആരായിരുന്നു എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. ഇന്ന് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് വരേക്കും ഈ സമൂഹം ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണില്ലാതെ നെട്ടോട്ടമോടുന്നതിന്റെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അവരുടെ സമൂഹം തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ കരങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് അവസാനം ഓട്ടോമൻ തുർക്കിയുടെ കീഴിൽ അഭയം തേടിയിട്ട് ആ മുസ്ലിം രാജ്യത്തിന്റെ കീഴിൽ വരികയും ഈ ജൂത സമൂഹത്തിന് അവിടെ നിർഭയത്വത്തോടു കൂടി അന്തി ഉറങ്ങാൻ മുസ്ലിം രാഷ്ട്രം ഐക്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത കഥ കൂടിയുണ്ട് ഇസ്രായേൽ സമൂഹത്തിന്. ആ ഇസ്രായേൽ സമൂഹമാണ് ഇന്ന് മുസ്ലിം ലോകത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കിരാതമായി പീഡിപ്പിക്കുന്നത് എന്നത് വിധിയുടെ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. ഏതോ ആകട്ടെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഏറ്റവും ഒടുവിൽ ജൂത സമൂഹം ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കല്ലുകളുടെയും മരങ്ങളുടെയും പിന്നാമ്പുറത്ത് ഒളിച്ചിരിക്കുമ്പോ ഈ മരങ്ങളും കല്ലുകളും വന്നിട്ട് പറയുമത്രേ, ഏ മുസ്ലിം, എന്റെ പിന്നിൽ ജൂതനിരിപ്പുണ്ട്, അതുകൊണ്ട് അവനെ പിടിക്കും, എന്നിട്ട് കൊന്നുകളയൂ എന്ന് കല്ലുകൾ പോലും ഇവർക്കെതിരിൽ സംസാരിക്കുന്ന ഒരു കാലം വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രത്തോളം ചവിട്ടി മതിക്കപ്പെടാൻ എന്താണ് ഈ സമൂഹം ചെയ്തത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ ബനു ഇസ്രായേലിന്റെ ചരിത്രത്തെ ഒരു വെട്ടം പോലെ പടച്ച തമ്പുരാൻ എടുത്ത് പിടിക്കുകയാണ്. ഈ സമൂഹത്തിന് പഠിക്കാനുണ്ട്. കാരണം ഇന്നലകളിൽ ഒരു കാലത്ത് ജൂത സമൂഹം അലങ്കരിച്ചിരുന്ന പദവി കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലങ്കരിച്ച ഒരു സമൂഹമാണ് ഞാൻ നിങ്ങളും, ശരിയല്ലേ? ഒരു കാലത്ത് ഈ ജൂത സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചതുപോലെ ഒരു കാലത്ത് ജൂത സമൂഹം നിന്ന അതേ മണ്ണിൽ അതേ സ്ഥാനത്ത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കയറി നിന്ന ഒരു സമൂഹമാണ് ഞാൻ നിങ്ങളും, അല്ലേ? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ 56ഓളം വരുന്ന അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം ഇല്ലേ എന്നുള്ള വിളിയായിരുന്നു. അവസാനം വിദ്യാഭ്യാസം ഉണ്ടായി. ഇഷ്ടം പോലെ മലബാർ മേഖലകളിൽ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ മേഖലകളിൽ ഉജ്ജ്വലമായി കയറിപ്പോയപ്പോ നമുക്ക് പല ഭരണകർത്താക്കൾക്ക് പോലും അസ്വസ്ഥതയുണ്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അധികാരമുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്. എന്താ ഈ സമൂഹത്തിന്റെ കുറവ്? പക്ഷെ ഇസ്സത്തുണ്ടോ? ഇസ്സത്തുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ശുഐബ് അബീ താലിബിൽ റസൂലിന് ഒരു ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു, അല്ലേ? പ്രവാചകൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ജനിച്ചു വളർന്ന് കളിച്ചു വളർന്ന മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് ശുഐബ് അബീ താലിബിൽ നാൽക്കാലികളെ പോലെ തിന്നിട്ട് നാൽക്കാലികളെ പോലെ കാട്ടിച്ചു കൊണ്ട് നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും. എന്നിട്ട് ഇസ്സത്തിന് വല്ല കുറവുണ്ടായോ? നബിയൽ ഉമ്മി എന്ന് ഖുർആൻ റസൂലിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. നബിയൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ, അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകൻ, സ്കൂളിന്റെ വരാന്ത കാണാത്ത പ്രവാചകൻ. അതുപോലുള്ള കുറെ സഖാക്കളും നേരെ ചൊവ്വേ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഹുദൈബിയ സന്ധിയിൽ പേന പിടിച്ചെഴുതാൻ കഴിയാത്ത റസൂൽ. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ശേഷിയും വളരെ കുറവായിരുന്നു. അങ്ങനത്തെ പ്രവാചകൻ ശുഐബ് അബീ താലിബിൽ നാൽക്കാലികളെ പോലെ പച്ചില തിന്ന് കഴിഞ്ഞപ്പോ അന്ന് നമുക്ക് ഇസ്സത്തിന് ഒരു കുറവുണ്ടായില്ല, ഒരു കുറവുണ്ടായില്ല. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഇസ്സത്ത് മാത്രമില്ല. ഈ സമൂഹത്തിന് ഔന്നത്യമില്ല. പക്ഷേ ആ ഔന്നത്യത്തിലേക്കുള്ള ചവിട്ടുപടിയിലാണ് ഈ സമൂഹം എന്നത് ഞാനത് വിസ്മരിക്കുന്നില്ല. കാരണം വലിയൊരു മുന്നേറ്റത്തിന്റെ പാതയിലാണ് മുസ്ലിം ലോകം. അത് മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്രായേൽ സമൂഹത്തെ എടുത്തു പിടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയഅതിയന്ന അലാ ഉമ്മത്തി അലാ മാ ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ അലാ ബനി ഇസ്രായേൽ. ഇസ്രായേൽ സമൂഹത്തെ ഈ സമൂഹം അനുകരിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹിന്റെ വാക്കാണ്.
ഈ പ്രവാചകൻ, ഈ മുസ്ലിം ഉമ്മ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ കാൽച്ചുവട്ടുകൾ അനുകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെരുപ്പിന് ചെരുപ്പൊക്കുംപടി ഈ സമൂഹം ജൂത സമൂഹത്തെ അനുകരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം തീരുമ്പോ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ ജൂത സമൂഹത്തെ അവർ നടന്നു പോകുന്ന ആ കാൽപ്പാടുകളെ അങ്ങനെ തന്നെ പിന്തുടർന്നു പോകുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇൻകാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയതൻ, ആ ഇസ്രായേൽ സമൂഹത്തിൽ സ്വന്തം ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരുത്തൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ അനുകരിക്കുന്ന ഒരു സമൂഹം ഈ ഉമ്മത്തിനും ഉണ്ടാകുമെന്ന് റസൂൽ. വല്ലാത്ത ഒരു പറച്ചിലാണ്. ബനീ ഇസ്രായേൽ സമൂഹത്തിന്റെ കാലത്ത് അവിടെ പരസ്യമായിട്ട് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ സമൂഹവും അത്രയും വലിയ തെറ്റാണെങ്കിൽ പോലും അനുകരിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ അനുകരിക്കുന്ന ഒരു സമൂഹം ഇവിടെയും ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ടോ ബനീ ഇസ്രായേൽ തഫറഖത അലാ 72 മില്ല, ബനൂ ഇസ്രായേൽ സമൂഹം 72 ആയിട്ട് പിരിഞ്ഞു. വതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല, ഈ സമൂഹം 73 ആയിട്ട് പിരിയുമെന്നാണ്. സാന്ദർഭികമായി പറയട്ടെ, ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ ഉമ്മമാരെ പരസ്യമായി വ്യഭിചരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ബനൂ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. അത്രത്തോളം ബനൂ ഇസ്രായേൽ സമൂഹം അത്രത്തോളം ക്രൂരമായ ഒരു ചെയ്താലും അതുപോലുള്ള ഒരു പ്രവർത്തനം ഈ സമൂഹവും ചെയ്യാൻ മടിക്കില്ല എന്നാണ്. 72 വിഭാഗമായി ആ സമൂഹം മാറുമെന്ന് റസൂല് പറഞ്ഞാൽ ബനൂ ഇസ്രായേൽ സമൂഹം അക്ഷരാർത്ഥത്തിൽ 72 ആയിട്ട് തിരിഞ്ഞു എന്ന് മനസ്സിലാക്കണമെന്നില്ല. കുറഞ്ഞപക്ഷം മനസമാധാനത്തിനെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. അവർ 72 പിരിഞ്ഞെങ്കിൽ നമ്മൾ 73 ആയിട്ട് പിരിയും എന്നേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ വിചാരിക്കുന്നതാണ് നല്ലത്. കാരണം കുറെ കാലമായി സമൂഹം 71 കൂട്ടര് നരകത്തിൽ പോണ 71 കൂട്ടര് ആരാണെന്നുള്ള സ്റ്റഡിയിലാണ് കുറെ നാളുകൊണ്ട് നമ്മുടെ സമൂഹം. അതുകൊണ്ട് അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ, മനസമാധാനത്തിനെങ്കിലും കുറഞ്ഞ പക്ഷം ഇങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹം 72 ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സമൂഹം 72 ആയിട്ട് 73 ആയിട്ട് പിന്നിക്കുമെന്ന് റസൂൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബനൂ ഇസ്രായേൽ സമൂഹത്തെ അടിക്കടി അങ്ങനെ തന്നെ പിൻപറ്റുന്ന ഒരു സമൂഹം ഈ ഉമ്മത്തിനും ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞു. ഒരർത്ഥത്തിൽ ശരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം നിങ്ങൾ കേട്ടോളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. പ്രവാചകനും സഹാബാക്കളും ഹുനൈനിലേക്ക് പോവുകയാണ്. ഹുനൈനിലേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇലന്തമരമുണ്ട്. ഈ ഇലന്തമരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജൂതന്മാരെന്ത് ചെയ്യും, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഗോത്രമാത്സര്യം ഉണ്ടായിരുന്ന ഒരു കാലത്താണ്. അപ്പൊ ആ സമയത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് വാളുകൾ കൊണ്ടുപോയി ദാത്തു അൻവാത്തിന്റെ ചില്ലകളിൽ കെട്ടിയിടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായാൽ യുദ്ധത്തിന് വിജയം ഉണ്ടാകുമെന്നാണ് അവരുടെ സങ്കല്പം. അങ്ങനെ ഈ ദാത്തു അൻവാത്തിന്റെ അരികിലൂടെ കടന്നു പോയപ്പോ മഹാനായ അബൂ വാഖിദുൽ ലൈസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസിന്റെ റാവി, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഇജ്അൽ ലനാ ദാത്തു അൻവാത്ത് നബി, ഞങ്ങൾക്ക് കൂടി ദാത്തു അൻവാത്ത് ഇതുപോലൊരു മരം നിങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്നാണ്. ഞങ്ങൾക്ക് കൂടി ഈ ജൂതന്മാര് കൊണ്ടു നടക്കുന്ന പോലത്തെ ഈ ദാത്തു അൻവാത്ത് പോലത്തെ ഒരു മരം ഞങ്ങൾക്ക് കൂടി നിശ്ചയിച്ചു തരണം. കമാലഹും ദാത്തു അൻവാത്തിൻ, ജൂതന്മാര് ദാത്തു അൻവാത്ത് അവർക്ക് പ്രതീക്ഷിക്കാൻ അവരുടെ പ്രത്യാശകൾ സന്ധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ സന്ധിക്കുന്ന ഒരു മരം, അതുപോലുള്ള ഒരു മരം ഞങ്ങൾക്കും തരണമെന്ന് റസൂലിനോട് ഇവർ ആവശ്യപ്പെട്ടു. ഈമാൻ ഉറയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ്. മുസ്ലിമീങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്നത് ഉറപ്പാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല നബിയു അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചുപോയി, അല്ലാഹു അക്ബർ. ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ബനൂ ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളും പറയുന്നത്. എന്താ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊരു ഇലാഹിനെ. വഴിയിലൂടെ ബനൂ ഇസ്രായേൽ സമൂഹം ഫിർഔന്റെ മരണത്തിന് ശേഷം വഴിയിലൂടെ നടന്നു പോകുമ്പോ മുശ്രിക്കുകളായ ഒരു വിഭാഗം ആളുകൾ കുറെ ശിർക്ക്പരമായ ആരാധനകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്
കണ്ടു. ഇത് കണ്ടപ്പോ വലിയൊരു ദൃഷ്ടാന്തം കണ്ടിട്ട് മടങ്ങി വരുന്ന ഈ സമൂഹം, നന്ദി കെട്ട ഈ സമൂഹം, പ്രവാചകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് അവരാരാധിക്കുന്നത് പോലെ ഞങ്ങൾക്ക് കുറെ ആരാധ്യ വസ്തുക്കളെ തന്നാലും എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളും പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ. എന്നിട്ട് പ്രവാചകൻ ആ വാക്ക് ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരം കെട്ട ഒരു സമൂഹമാണ്. ഇത് മൂസാ നബിയാണ് അവരോട് പറയുന്നത്, നിങ്ങളൊരു വിവരം കെട്ട സമൂഹമാണ്. എന്നിട്ട് നബി പറയും, ലതർകബുന്ന സുനന മൻ കാന ഖബലക്കും, നിങ്ങളുടെ പൂർവികരായ സമൂഹത്തിന്റെ ചര്യകളെ അങ്ങനെ തന്നെ നിങ്ങൾ അനുധാവനം ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബനു ഇസ്രായേൽ സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ പിൻപറ്റുന്ന ഒരു സമൂഹം നമ്മിലും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് ഖുർആനിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ എടുത്തു നോക്ക്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പേജുകളിലൂടെ പോകുമ്പോൾ ബനു ഇസ്രായേൽ സമൂഹത്തിനെതിരെ അള്ളാഹുവിന്റെ ചാർജ് ഷീറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും, ഇസ്രായേൽ സമൂഹം ഒരു കാലത്ത് നടന്നു പോയ വഴികളിൽ എവിടെയും ആ വഴികളിലെമ്പാടും മുസ്ലിം സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഖുർആൻ ഇസ്രായേൽ സമൂഹത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാമത്തത്, ഈ ഒന്ന് എന്നുള്ളത് എന്റെ കണക്കാണ്, നമ്മുടെ ഇന്നത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്നതുകൊണ്ട് ചിലതിനെ ഞാൻ എന്റേതായ ശൈലിയിൽ ഒന്ന് എന്ന് കണക്കാക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ സംഗതി എന്താണെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. സൂറത്ത് മാഇദ 78-79 ആയത്തുകളാണ്. ഒന്നാമത്തെ ബനു ഇസ്രായേലിനെതിരെയുള്ള ഖുർആന്റെ ചാർജ് ഷീറ്റുകളിൽ ഒന്നാമത്തെ സംഗതി, ഒന്നാമത്തെ ആരോപണം നമുക്ക് പരിശോധിക്കാം. ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല, ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട സത്യനിഷേധികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം, ദാവൂദിന്റെയും മറിയമിന്റെ പുത്രനായ ഈസയുടെയും നാവിലൂടെ ഇസ്രായേൽ സമൂഹത്തിലെ കാഫിറുകൾ, സത്യനിഷേധികൾ ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്താ ശാപത്തിന്റെ കാരണം? എന്താണ് ആ ശാപത്തിന്റെ കാരണം? ദാലിക, കാരണം ബിമാ അസവ കാനൂ യഅ്തദൂൻ, അവരനുസരണക്കേട് കാണിക്കുന്നു, അക്രമം കാണിക്കുന്നു. എന്നിട്ട് ആ കാരണം ശരിയായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർക്കിടയിൽ ഒരു തിന്മ നടമാടി കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ പരസ്പരം അത് തടഞ്ഞിരുന്നില്ല എന്നാണ്. തിന്മ സമൂഹത്തിൽ ഒരു തിന്മയുണ്ടായാൽ ആ തിന്മകൾ തടയാൻ അവരിൽപ്പെട്ട മറ്റാളുകൾ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് പരിശുദ്ധ ഖുർആൻ അവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. വല്ലാത്ത ഒരു ആരോപണമാണല്ലേ. ഈ കാരണം കൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തെ ദാവൂദ് പ്രവാചകനും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശപിച്ചിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹം ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നുവെന്ന് പരിശോധിക്കണ്ടേ, ഇല്ലേ? ഈ സമൂഹം, നമ്മുടെ മുസ്ലിം ഉമ്മയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ സമൂഹത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. കുന്തും ഖൈറ ഉമ്മത്ത്, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഇവിടെ വന്നു. അതുപോലെയുള്ള സമൂഹങ്ങളും ഇവിടെ ഉണ്ടായി. പക്ഷേ ഏറ്റവും ഉത്തമ സമൂഹം എന്ന് അള്ളാഹു അഭിദാനം ചെയ്തിരിക്കുന്നത് ഈ സമൂഹത്തെയാണ്. എന്തുകൊണ്ടാണത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു. അത്രയേ ഉള്ളൂ. നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു. ഈ സമൂഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അമീൻ അഹ്സൻ ഇസ്ലാഹിയുടെ ഒരു വാക്കെടുത്ത് ഉദ്ധരിച്ചാൽ എന്താണ്? ഒരു സമൂഹം അതിന്റെ അസ്തിത്വ ലക്ഷ്യം നിറവേറ്റുന്നിടത്തോളം കാലം മാത്രമേ അതിന് നിലയും വിലയുമുള്ളൂ എന്നാണ്. ഒരു സമൂഹം അതിന്റെ അസ്തിത്വ ലക്ഷ്യം നിറവേറ്റുന്നിടത്തോളം കാലം മാത്രമേ അതിന് ഒരു നിലയും വിലയുമുള്ളൂ. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ സമൂഹം പിന്തിരിഞ്ഞു നടക്കുമ്പോൾ അതിന്റെ സ്ഥാനം പിന്നെ വേസ്റ്റ് ബക്കറ്റിനാണ്. നമ്മുടെ സമൂഹത്തിന്റെ ക്വാളിറ്റി, ഈ സമൂഹത്തെ ഉത്തമ സമൂഹം എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എവിടെ നന്മ കണ്ടോ ആ നന്മയ്ക്ക് അനുകൂലമായി നിൽക്കുകയും എവിടെ തിന്മ കണ്ടോ ആ തിന്മയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ്. ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ നിലപാടെന്താണ്? ഒരുപാട് പരിശോധിച്ചു നോക്കാം.
തിന്മയ്ക്കെതിരെ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിത് പറയുമ്പോൾ ചില സംഘടനകൾക്കും വ്യക്തികൾക്കും നമ്മളിത് പതിച്ചു കൊടുത്തിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷവും ഈ മഹാ ഉത്തരവാദിത്തത്തെ ചില സംഘടനകൾക്കും വ്യക്തികൾക്കും പതിച്ചു കൊടുത്തിരിക്കുകയാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്, വല്ലാത്തൊരു ദയനീയത. കാരണം ഈ സമൂഹത്തിലെ മൗലവി എന്നല്ല, പള്ളിയിലെ മുക്രി എന്നല്ല, ഈ മുസ്ലിം സൊസൈറ്റിയിലെ ഓരോ അംഗവും പ്രവർത്തിക്കേണ്ട ഒരു കർത്തവ്യത്തെ ഈ സമൂഹത്തിലെ ചില ആളുകൾക്ക് നമ്മൾ പതിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ജൂതന്മാര് നടന്നു പോയ വഴിയിലൂടെ മുസ്ലിം സമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ, അനുമാനിക്കാൻ നേരമായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് എടുത്ത് പറയുന്നുണ്ട്. എന്താണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് പറയുന്ന ആശയങ്ങളെ ഒരുപാടിടത്ത് പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. എന്താണെന്നറിയുമോ? കുറെ ആളുകൾ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ മുകൾ തട്ടിലും ആളുണ്ട്, താഴെ തട്ടിലും ആളുണ്ട്. അപ്പൊ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുമ്പോൾ ഇവർ മുകൾ തട്ടിലുള്ള ആളുകളെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പൊ താഴെ തട്ടിലുള്ള ഈ ആളുകൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചിന്തിച്ചു, ലൗ അന്നാ ഖറഖനാ നസീബനാ ഖറഖൻ വലം നുഅദി മൻ ഫൗകനാ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ദാഹിക്കുമ്പോൾ ഇങ്ങനെ മോളി പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് താഴെ ഇവിടെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ അടിയിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാനുള്ള, കടലിന്റെ മുകളിൽ കൂടെ അല്ലേ യാത്ര. അപ്പൊ പിന്നെ എല്ലാ പ്രാവശ്യവും ദാഹിക്കുമ്പോൾ എന്തിനാ മുകളിലേക്ക് പോകുന്നത്? അതുകൊണ്ട് താഴെ തന്നെ നമുക്ക് വലിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളമെടുക്കാമെന്ന് ഇവർ ചിലർ തീരുമാനിച്ചു. എന്നിട്ട് റസൂൽ ഈ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, യഥാർത്ഥത്തിൽ അവരെ വഴിക്ക് വിട്ടാൽ ആ സമൂഹം മുഴുക്കെ നശിച്ചു പോകും. ശരിയല്ലേ? ഈ കപ്പലിന്റെ താഴെ തട്ടിൽ തുരങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിന്റെ കൈപിടിച്ചിട്ട് അരുത് സഹോദര എന്ന് പറയാൻ മുകളിലത്തെ തട്ടുകാരൻ തയ്യാറാകുന്നുവെങ്കിൽ മുകളിലത്തെ തട്ടുകാരനും രക്ഷപ്പെടും, താഴെ തട്ടിലുള്ള ആളുകളും രക്ഷപ്പെടും. മറിച്ചാണ് എങ്കിൽ പുണ്യം പ്രവർത്തിക്കുന്ന മുകളിലത്തെ തട്ടുകാരുൾപ്പെടെ ഈ രണ്ട് കൂട്ടരും തകർന്ന് തരിപ്പണമാകുമെന്ന് റസൂൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോകത്തിന്റെ ഒരു നടപടിക്രമം, ഈ ലോകത്തെ പടച്ച തമ്പുരാൻ താങ്ങി നിർത്തുന്ന അവന്റെ ഉജ്ജ്വലമായ നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണ്. ഒരു വിഭാഗത്തെ കൊണ്ട് തിന്മകൾ എവിടെയുണ്ടോ ആ തിന്മകളെ പ്രതിരോധിക്കാൻ ഒരു സമൂഹത്തെ സുസജ്ജമാക്കി നിർത്തിയിരിക്കുന്നുവെന്നത് പരിശുദ്ധ ഖുർആൻ ഇതേ ആശയത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വലൗലാ ദഫഉല്ലാഹി الناس بعضهم ببعض لهدمت الصوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثير. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ കൊണ്ട് വേറൊരു വിഭാഗത്തെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മഠങ്ങളും ചർച്ചുകളും അമ്പലങ്ങളും അല്ലാഹുവിന്റെ നാമം അധികമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നുവെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ശരിയാണ്. അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ഈ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നന്മ കൽപ്പിക്കുക എന്നതും തിന്മ തടയുക എന്നതും ഈ സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. ഇത് ഈ സമൂഹത്തിലെ ഓരോ ആളുകളും അവരുടെ കഴിവും തോതുമനുസരിച്ച്, അവരുടെ കഴിവും യോഗ്യതയും അനുസരിച്ച് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. സൂറത്ത് അറാഫ് 164-ാമത്തെ സൂക്തത്തിൽ തിന്മ തടയാത്ത ഒരു വിഭാഗം കുറ്റക്കാരായിട്ട് ഖുർആൻ എണ്ണുന്നുണ്ട്. തിന്മയെ പ്രതിരോധിക്കാത്ത ഒരു സമൂഹം കുറ്റക്കാരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ നോക്കൂ, സാബത്ത് നാൾ, അത് നമുക്ക് ജൂത സമൂഹത്തിൽ നിന്ന് എടുക്കാം. സാബത്ത് നാൾ എന്ന് പറയുന്നത് ജൂത സമൂഹത്തിന്റെ ശനിയാഴ്ച ദിവസമാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ചയും എന്നതുപോലെ ജൂത സമൂഹത്തിന്റെ ആരാധനാ ദിവസം അല്ലെങ്കിൽ സാബത്ത് നാൾ എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി സാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പോകരുത് എന്ന് ഈ ജൂത സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖുർആനാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോ ഈ സാബത്ത് നാളിന്റെ ഒരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം കൂടി കൊടുത്തു. എന്താണെന്നറിയോ? സാബത്ത് നാളിൽ ശനിയാഴ്ച ദിവസം ഈ കടലിന്റെ തിരമാലകൾക്ക് മേലെ മത്സ്യങ്ങൾ ഇങ്ങനെ തിങ്ങിക്കളിക്കുന്നത് അവർക്ക് കാണാൻ പറ്റും. കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ കഴിയുന്ന വണ്ണം അതിങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു കൊടുത്തൊരു പരീക്ഷണമാണ്. പക്ഷെ കടലിൽ ഇറങ്ങരുത് എന്നത് അവരോടുള്ള കൽപ്പനയാണ്. ഈ കൽപ്പന ലംഘിച്ചുകൊണ്ട് കടലിൽ ഇറങ്ങാൻ അവർ തയ്യാറാവുകയും അവസാനം അവരോട് കുരങ്ങുകളായി
നാശമായി പോകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുകയും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്ത ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത്, മറിച്ച് നമ്മുടെ പോയിന്റ് ഇവിടെയാണ്. ഈ സാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പോയ വിഭാഗത്തെ സംബന്ധിച്ച് രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ നടത്തുന്ന ഒരു സംവാദം ഖുർആനിലുണ്ട്. സൂറത്ത് അറാഫിലെ 164-ാമത്തെ സൂക്തമാണ്. വഇദ ഖാലത് ഉമ്മത്തും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു, ലിമ തഇദൂന ഖൗമൻ, നിങ്ങൾ എന്തിന് ഈ സമൂഹത്തെ ഉപദേശിക്കണമെന്നാണ്. സാബത്ത് നാളിൽ മീൻ പിടിക്കാൻ ഒരു സമൂഹം പോയി, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കാൻ അവർ തീരുമാനിച്ചപ്പോ പുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, സാലിഹീങ്ങളായ ഒരു വിഭാഗം എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾ പോകരുത്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഈ കൽപ്പനയെ ലംഘിക്കാനുള്ള അവകാശം നമുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് എന്ത് ചെയ്തു? ഒരു വിഭാഗം അവരോട് പറഞ്ഞു. അപ്പൊ വേറൊരു വിഭാഗമുണ്ട്, പുണ്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളങ്ങളിൽ ചടഞ്ഞുകൂടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഇവരെ തടഞ്ഞുകൊണ്ടിരുന്ന ഈ രണ്ടാമത്തെ കൂട്ടരോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് അവരെ ഉപദേശിക്കണം? സാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പോകുന്ന ഈ ആളുകളെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും, അല്ലാഹു അവരെ ശിക്ഷിക്കും. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ ശിക്ഷിക്കട്ടെ, നിങ്ങൾ എന്തിനാ അതിനകത്ത് ഇടപെടാൻ പോകണം? അപ്പൊ പുണ്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ഈ തെറ്റ് ചെയ്യുന്ന സമൂഹത്തെ തടഞ്ഞുകൊണ്ടിരുന്ന ആ വിഭാഗത്തോട് ചോദിക്കുകയാണ് ഖുർആൻ സൂറത്ത് അറാഫ്. അപ്പൊ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അവരെ തടയുന്നത്? അവരവരെ വഴിക്ക് പൊക്കോട്ടെ. അപ്പോ ഈ സമൂഹം പറഞ്ഞു, ഖാലു, ഈ ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പുണ്യ തെറ്റ് ചെയ്യുന്നവരെ തടഞ്ഞ ആ വിഭാഗം പറഞ്ഞു, മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ, അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയണ്ടേ, പടച്ചവന്റെ കോടതിയിൽ സമാധാനം പറയണ്ടേ. നാളെ അല്ലാഹ് ചോദിക്കൂലേ, നിന്റെ കൺമുമ്പിൽ ഒരു സമൂഹം പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോ അവന്റെ കരം പിടിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത് എന്ന് അല്ലാഹ് ചോദിക്കൂലേ. മാത്രമല്ല വലഅല്ലഹും യത്തഖൂൻ, ഒരു സാധ്യത കൂടിയുണ്ട്. തെറ്റ് ചെയ്യുന്ന ആളുകളെ തിന്മയിൽ നിന്ന് തടഞ്ഞാൽ അവർ മുത്തക്കികളായേക്കും, അവർ തഖ്വാധിഷ്ഠിതമായി ജീവിതം നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പിനെന്താണ്, അവരെ നമുക്ക് തടഞ്ഞേ മതിയാകൂ എന്ന് ഈ തെറ്റിനെ തടഞ്ഞ ആ വിഭാഗം ഇവരോട് പറയുകയും ചെയ്തു. അവസാന പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലമ്മാ നസൂ മാ ദുഖിറു, അവരോടുള്ള കൽപ്പനയെ അവർ മറന്നു പോയപ്പോ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, ഈ തിന്മയിൽ നിന്ന് തടഞ്ഞ ഒരു വിഭാഗമുണ്ടല്ലോ, തിന്മയിൽ നിന്ന് തടഞ്ഞത്, സാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പോയ ആളുകളെ തടഞ്ഞു നിർത്തിയ ആ വിഭാഗം, അവരെ അല്ലാഹു നാം രക്ഷിച്ചുവെന്ന് മാത്രമല്ല, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅഖദിനല്ലദീന ളലമു ബിഅദാബിൻ ബഈസ്, അക്രമകാരികളെ കഠോരമായ ശിക്ഷ തന്നെ പിടികൂടിയിരിക്കുന്നുവെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ 3 കൂട്ടരുണ്ട്. ഒന്നാമത് തെറ്റ് ചെയ്തൊരു വിഭാഗം, രണ്ടാമത് ഈ തെറ്റ് ചെയ്ത വിഭാഗത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം, മൂന്നാമത് പുണ്യം പ്രവർത്തിച്ചുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വിഭാഗം. ഈ 3 വിഭാഗത്തിൽ ഈ തെറ്റുകൾ ചെയ്തവരെ ചെയ്യാൻ പോയവരുടെ കൈ പിടിച്ച ആ വിഭാഗം ഒഴിച്ച് ബാക്കി 2 കൂട്ടരെയും അല്ലാഹു നശിപ്പിച്ചു. വഹലകു ജമീഅ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇതിന്റെ തഫ്സീർ പറഞ്ഞു. എന്ന് വെച്ചാൽ ബാക്കി 2 കൂട്ടരെയും നശിപ്പിച്ചുവെന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ 3 കൂട്ടരും ഇന്ന് സമൂഹത്തിലില്ലേ? ഈ 3 കൂട്ടരും നമ്മുടെ സമൂഹത്തിലില്ലേ? ഇല്ലേ? ഈ 3 കൂട്ടരും അങ്ങനെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സമൂഹം, അവരിവിടെ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മദ്യപാനവും അതുപോലെ തന്നെ മുഴുവൻ മ്ലേച്ഛതകളും പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പള്ളിയുടെ അകത്തളങ്ങളിൽ ചുരുണ്ടുകൂടിയിട്ട് ഇത് മാത്രം മതി പരലോകത്ത് രക്ഷപ്പെടാൻ എന്ന് വിചാരിക്കുന്ന മൗഢ്യത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. മൂന്നാമതൊരു ന്യൂനപക്ഷമുണ്ട്, അവര് പുണ്യം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നവരുടെ കരം പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ 3 കൂട്ടരും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും വേദനകരമായ സംഗതി, പുണ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഇനിയും തിരിയാതെ പോയിരിക്കുന്നു എന്നതാണ്. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യം എന്ന് പറഞ്ഞാലും അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാലും ഈ ആരോടെങ്കിലും ചോദിച്ചാൽ അവരുടനെ പറയുക നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നതാണ്. ഈ ആരാധനകൾക്കപ്പുറത്തേക്ക് ഇസ്ലാമിലെ പുണ്യത്തെ വിഭാവന ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇതൊരു വലിയ ദയനീയതയാണ്. പുണ്യം എന്ന് പറഞ്ഞാൽ ഈ ആരാധനകളുടെ ഒരു കൂട്ടത്തെ എടുത്തു വെച്ചിട്ട് ഇതാണ് പുണ്യം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മൗഢ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നമുക്കത് കാണാനും പറ്റൂല.
വലിയൊരു ഉത്തരവാദിത്വം മറന്നുപോയിട്ട് ദിക്റുകളും സലാത്തുകളും ചൊല്ലി പള്ളിയുടെ അകത്തളങ്ങളിൽ കയറിയിറങ്ങിയിട്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വ്യാമോഹിക്കുന്നവനേക്കാൾ മൗഢ്യം ഈ സമൂഹത്തിൽ വേറെ ഉണ്ടാകുമോ? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. വലിയൊരു ഉത്തരവാദിത്വത്തെ നമ്മൾ മറന്നു. തെറ്റ് ചെയ്യുന്നവർ പോരാത്തതിന് വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, തിന്മ ചെയ്യുക, തിന്മയ്ക്കെതിരെ നിലകൊള്ളുക എന്നത് മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണെന്ന് ചിലരെങ്കിലും അംഗീകരിക്കും. പക്ഷെ ഈ അംഗീകരിക്കുന്ന ചിലർക്ക് വേറൊരു കുഴപ്പമുണ്ട്. മതത്തിനകത്തെ തിന്മയെന്നും മതത്തിന് പുറത്തെ തിന്മയെന്നും ഇവർ വർഗീകരിച്ചു. ഇതും വലിയൊരു പ്രശ്നമാണ്. പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒരു വർഗീകരണമില്ല. നിങ്ങൾക്ക് എവിടെയും അത് കാണാൻ പറ്റൂല. പരിശുദ്ധ ഇസ്ലാമിൽ തിന്മ എവിടെയുണ്ടോ ആ തിന്മയ്ക്കെതിരെ നിലകൊള്ളുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ സ്ഥായിയായ സ്വഭാവമാണ്. അത് മതത്തിനകത്തെ തിന്മയാണെങ്കിലും മതത്തിന് പുറത്തെ തിന്മയാണെങ്കിലും. മതത്തിനകത്തെ തിന്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നിസ്കരിക്കാതിരിക്കുന്നവർ, മദ്യപിക്കുന്നവർ, പലിശ വാങ്ങുന്നവർ, വ്യഭിചരിക്കുന്നവർ, ഇവരെ എല്ലാവരുടെയും കൈപിടിച്ചുകൊണ്ട് സഹോദര അങ്ങോട്ട് പോകരുത്, ഇതൊക്കെ പടച്ച തമ്പുരാൻ വിലക്കിയിരിക്കുന്ന തിന്മയാണ് എന്ന് അവരുടെ കൈപിടിച്ചുകൊണ്ട് പറയുക. ഇത് മുസ്ലിമിനകത്ത് ആഭ്യന്തര തിന്മ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യവഹരിക്കാം. അപ്പൊ ആഭ്യന്തര തിന്മ എന്ന് പറയുന്ന ഒന്നുണ്ട്. പിന്നെ ഇസ്ലാമിന് പുറത്ത് അമുസ്ലിമീങ്ങളിൽ ഇവിടുത്തെ ഭരണകൂടം തിന്മ ചെയ്താൽ, ജുഡീഷ്യറി അധർമ്മം പ്രവർത്തിച്ചാൽ, പോലീസ് അധർമ്മം പ്രവർത്തിച്ചാൽ, അതുപോലെ തന്നെ ഈ സമൂഹത്തെ പരിപാലിക്കുന്നവരും ഈ സമൂഹമല്ലാത്ത ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താലും ആ തെറ്റുകളെ ഇവിടെ ഒരു പ്ലൂറൽ സൊസൈറ്റി എന്ന നിലയ്ക്ക്, ഒരു ബഹുസ്വര സമൂഹം എന്ന നിലയ്ക്ക് ആ തെറ്റുകളെ സർഗാത്മകമായും രചനാത്മകമായും എതിരിടേണ്ട ബാധ്യത കൂടി മുസ്ലിം സമൂഹത്തിനുണ്ട്. ഇല്ലെങ്കിൽ മക്കയിൽ കിടക്കുന്ന റസൂല്, മക്കയുടെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന പ്രവാചകന് റോമിലും പേർഷ്യയിലും അധർമ്മം നടക്കുമ്പോ അവിടേക്ക് കത്തെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? റസൂലിന് മക്കയിൽ കിടന്നാൽ പോരെ? ഇത് നമ്മൾ ആലോചിച്ച് നോക്ക്. പ്രവാചകന് മക്കയിൽ കിടന്നാൽ പോരെ? പള്ളിക്കുള്ളിൽ കറങ്ങുന്ന ഒരു റസൂലിനെ വിഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ധൈര്യമുണ്ടോ നമുക്ക്? യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ ധൈര്യപ്പെടുമോ? പള്ളിയുടെ ഉള്ളിൽ ആധ്യാത്മിക പാഠങ്ങൾ ചൊല്ലിക്കൊടുത്ത് കുറെ ആളുകളെ തൊപ്പിയും തലപ്പാവും വെച്ചിട്ട് അതിന്റെ ഇട്ടാവട്ടത്ത് മക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ മദീന എന്ന് പറയുന്ന പ്രവാചകന്റെ മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങളിൽ കുറെ ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് ആധ്യാത്മിക പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവിടെ മാത്രം കിടന്നുറങ്ങി അവിടെ കിടന്ന് കറങ്ങുന്ന ഒരു പ്രവാചകനെ വിഭാവന ചെയ്യാൻ ചരിത്രം പഠിക്കുന്ന ഒരു മുസ്ലിമിന് സാധിക്കൂല. അങ്ങനെ സാധിക്കുമോ? റസൂല് പള്ളിക്ക് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റിലാണ്, പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അഗതികൾക്കിടയിലാണ്, പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എവിടെ അനീതിയുണ്ടോ അവിടെ പോയി ആ അനീതിക്കെതിരെ നിലകൊള്ളുന്ന റസൂലിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് പ്രവാചകന്റെ ശൈലിയാണെങ്കിൽ ഈ ശൈലി നമ്മളും പിന്തുടരണ്ടേ? ഈ ശൈലി നമ്മളും പിന്തുടരേണ്ട ബാധ്യതയില്ലേ? അതുകൊണ്ട് മതത്തിന് പുറത്തെ തിന്മയെന്നോ മതത്തിനകത്തെ തിന്മയെന്നോ വർഗീകരിക്കുന്നത് ഇസ്ലാമികമല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, റസൂലുള്ളാഹിന്റെ കാലം മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ കാതങ്ങൾക്കപ്പുറത്ത് റോമും പേർഷ്യയും അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറിയിട്ട് വിസുഗോത്തുകളും അതുപോലെ തന്നെ കുറേയധികം ആളുകൾ ക്രൂരമായി കിരാതമായി ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോ മക്കയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് കത്തെഴുതുന്നു, അല്ലേ? മക്കയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് കത്തെഴുതുന്നു. ഇസ്ലാമിക പ്രബോധനം മാത്രമല്ല, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഖാലിദ് ഇബ്നു വലീദ് പിന്നെ ഇതര സമൂഹത്തെ സൈന്യാധിപന്മാർക്ക് എഴുതിയ കത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ മതി. എത്ര പ്രൗഢമാണ് ആ കത്ത് എന്ന്. ഇസ്ലാമിന്റെ ആശയത്തെയും സമഗ്രതയെയും വല്ലാതെ പ്രതിഫലിപ്പിക്കുന്ന സമുജ്ജലമായ കത്തുകളാണ് ഈ കത്തുകൾ. ആ കത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എവിടെ തിന്മ നടന്നാലും, ലോകത്തെവിടെ തിന്മ നടക്കട്ടെ, ഇന്നത്തെ കാലത്ത് പഴയതുപോലെയല്ല, ലോകത്തെവിടെ തിന്മ നടന്നാലും, ലോകത്തെവിടെ അധർമ്മം നടന്നാലും, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൽ ആ അധർമ്മത്തിനെതിരെ നിലകൊള്ളാനുള്ള ധാർമ്മികമായ ബാധ്യത ഈ സമൂഹത്തിനുണ്ട് എന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അങ്ങനെ വിസ്മരിച്ചത് കൊണ്ടാണ് ജൂത സമൂഹം ക്രൂരമായി ശപിക്കപ്പെട്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഈ വിഷയത്തിലൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മയ്ക്കെതിരെ നിലകൊള്ളുന്ന ഉത്തമ സമൂഹമായി മാറാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം വ്യക്തികൾ അല്ലാഹുവിന്റെ ഖുർആൻ വിഭാവന ചെയ്യുന്നുണ്ട്. മുസ്ലിം വ്യക്തികളെ നിങ്ങൾ നോക്കൂ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു, സത്യവിശ്വാസികളായ പുരുഷന്മാരും, വൽ മുഅ്മിനാത്തു, സത്യവിശ്വാസിനികളായ സ്ത്രീകളും, ബഅ്ളുഹും ഔലിയാഉ ബഅ്ദ്, അവരെ പരസ്പരം സഹകർത്താക്കളാകുന്നു, സഹകാരികളാകുന്നു. യഅ്മുറൂന ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു. ഇത് മുസ്ലിം പുരുഷന്മാർക്കുള്ളതല്ല, മാത്രമുള്ള പരിപാടിയല്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്ത്രീകളുടെയും ബാധ്യതയാണ്, മുഅ്മിനത്തുകളായ പെണ്ണിന്റെയും ബാധ്യതയാണ്. ആ പെണ്ണിന് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രക്രിയയിൽ അവരും പങ്കാളികളാകണമെന്നത്
ഖുർആൻ. നമുക്കത് അംഗീകരിക്കാൻ സൗകര്യമില്ലെങ്കിലും ഇത്തരമൊന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കാനം വരുമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ സ്ത്രീകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ മുസ്ലിം വ്യക്തികളെ പരിശുദ്ധ ഖുർആൻ വിഭാവന ചെയ്യുമ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നത് അവന്റെ അടിസ്ഥാനപരമായ വികാരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ എണ്ണുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ വിഭാവന നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വിഭാവന ഇത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ബാധ്യതയാണ്. മുസ്ലിം സമൂഹം എല്ലാവരും നന്നായിട്ട് ഇതര സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന ഒരു കാഴ്ചപ്പാടും ഈ വിഷയത്തിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇതും ഇസ്ലാമികമല്ല. എല്ലാ മുസ്ലിം സമൂഹം മുഴുക്ക നന്നായതിനു ശേഷം അവരുടെ ഈമാൻ 100% ഉറച്ചതിന് ശേഷം ഇതെന്തുകൊണ്ട് അളക്കുമെന്നാണ്. ഈ ഈമാൻ 100% ഉറച്ചോ ഇല്ല എന്ന് ഏത് അളവുകോല് വെച്ചാണ് നമ്മൾ അളക്കുക? അപ്പൊ ഏതോ ആകട്ടെ, അങ്ങനെ ഉറച്ചതിന് ശേഷം മതി ഇതര സമൂഹത്തിലേക്കുള്ള പ്രബോധനം വ്യാപിപ്പിക്കൽ എന്ന ഒരു കാഴ്ചപ്പാട് കൂടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സമഗ്രത, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രമേയങ്ങൾ ഏതൊക്കെയാണോ ആ പ്രമേയങ്ങൾ അത്രയും നമ്മുടെയും പ്രമേയങ്ങളാകണം. പരിശുദ്ധ ഖുർആനിന്റെ പ്രമേയങ്ങൾ ഏതൊക്കെയാണോ ആ പ്രമേയങ്ങൾ നമ്മുടെയും പ്രമേയങ്ങളാകുമ്പോഴാണ് നമ്മൾ ശരിക്കും മുസ്ലിമീങ്ങളാകുന്നത്. അല്ലേ? ഞാനൊരു വലിയ വീട് വെച്ചു. നിങ്ങളൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഒരു വീട് വെച്ചു. ആ വീട് വെച്ച് വലിയൊരു വീടാണ്. ആ വീടിനകത്ത് മനോഹരമായ ഒരു പുൽത്തകിടിയുണ്ട്, കുറെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ 2 പേരുണ്ട്. അത് കൂടാതെ എൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ പോരാഞ്ഞിട്ട് കുറെ നാൽക്കാലികളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പത്രത്തിലൊരു പരസ്യം കൊടുത്തു. എൻ്റെ വീട്ടിൽ ഇങ്ങനെ 10 ജോലികളുണ്ട്. എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, എൻ്റെ മക്കളെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടണം, എൻ്റെ വീടിൻ്റെ മുൻവശം അവരെ തുടച്ച് വൃത്തിയാക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ചെടികളും മറ്റുമൊക്കെ ഭംഗിയായി പരിപാലിക്കണം, നാൽക്കാലികളെ കുളിപ്പിച്ച് അവർക്ക് പുല്ല് കൊടുത്ത് അതുപോലെ തന്നെ നന്നായിട്ട് പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ടൊരു 10 പരിപാടി അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തൊരു പരസ്യം കൊടുത്തു. നല്ലൊരു സാലറിയും കൊടുക്കും. അങ്ങനെ എനിക്കൊരു ജോലിക്കാരനെ കിട്ടി. ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ വന്നു എൻ്റെ വീട്ടിൽ വന്നിട്ട് ജോയിൻ ചെയ്തു. അവിടെ വന്നിട്ട് ജോലിക്ക് കയറി. ഇയാൾ എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്നത് ഒരു കാര്യം മാത്രമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഭാര്യ ഒരുക്കി വിടുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സ്കൂളിലാക്കും, എന്നിട്ട് തിരിച്ചു വരും. ബാക്കി 9 കർമ്മങ്ങളും ഇയാൾ ചെയ്യുന്നില്ല. ബാക്കി 9 കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നില്ല. പശുവിനെ നോക്കുന്നില്ല, അതുപോലെ തന്നെ പുല്ലുകളൊക്കെ വീടിനെ കൃത്യമായി പരിപാലിക്കുന്നില്ല, വൃദ്ധരായ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല. ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇയാൾ ഒരു കർമ്മം മാത്രം ചെയ്യുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ഇയാൾക്ക് പ്രതിഫലം വാങ്ങാൻ യോഗ്യതയുണ്ടോ? ഇയാൾ ഒരു കർമ്മമാണ് ചെയ്യുന്നത്, ഒരേ ഒരു ജോലി. ഈ ജോലി ചെയ്തിട്ട് ഞാൻ ശമ്പളം വാങ്ങാൻ യോഗ്യനാണ് എന്ന് ഇയാൾ പറഞ്ഞാൽ ഇയാളെ വിഡ്ഢി എന്നല്ലാതെ വേറെന്ത് ഭാഷയിൽ നമ്മൾ വിളിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരുപാട് സംഗതികൾ, കൽപ്പനകളും ബാധ്യതകളും ഏൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ സമൂഹം. ആ ബാധ്യതകളിൽ സിംഹഭാഗവും മറന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു സംഗതിയെ മാത്രം പിടിച്ചിട്ട് ഇത് ചെയ്തിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ സുഹൃത്തെ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവന് അവകാശങ്ങൾ ചോദിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇതെന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ സംഗതി നമ്മൾ മനസ്സിലാക്കാം. ഇത് ഒന്നാമത്തെ സംഗതി. അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് മാറിയേ പറ്റൂ. ജൂത സമൂഹത്തിന്റെ നിലപാട് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഒന്നാമത് സംഗതി. ഇനി രണ്ടാമത്, സൂറത്ത് ബനീ ഇസ്രായേൽ. സൂറത്ത് ബനൂ ഇസ്രായേൽ അഥവാ സൂറത്ത് ഇസ്രായിലെ 4 മുതൽ 8 വരെയുള്ള വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വഖളൈനാ ഇലാ ബനീ ഇസ്രായീല ഫിൽ കിതാബി, ഇസ്രായേൽ സമൂഹത്തിന്റെ വിഷയത്തിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു, ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, ഇസ്രായേൽ സമൂഹം 2 പ്രാവശ്യം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും, വലതഅലുന്ന ഉലുവൻ കബീറ, ഭൂമിയിൽ അവർ ഭയങ്കരമായ പ്രശ്നങ്ങൾ 2 തവണ ഉണ്ടാക്കും. ഫൈദാ ജാഅ വഅദു ഊലാഹുമ, ഈ ഒന്നാമത്തെ വാഗ്ദത്തത്തിന്റെ സമയം, ശിക്ഷയുടെ സന്ദർഭം സമാഗതമാകുമ്പോ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദിൻ ഫജാസു ഖിലാല ദിയാർ വകാന വഅദൻ മഫ്ഊല. ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു നിലപാടിനെ സംബന്ധിച്ച് സൂറത്ത് ബനൂ ഇസ്രായേലിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയുമോ? ഇത് നമ്മൾ ഇന്നത്തെ സമകാലിക മുസ്ലിം സമൂഹത്തിന്റെ നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ്. ഇന്ന് നമ്മൾ വല്ലാതെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇസ്രായേൽ സമൂഹം നമുക്കറിയാവുന്നതുപോലെ ഫിർഔന്റെ മരണത്തിന് ശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സമൂഹത്തെയും കൊണ്ട് പലായനം ചെയ്തു.
ഫിർഔന്റെ മരണം ഇവരുടെ കൺമുമ്പിൽ കണ്ടതാണ്. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തെ ഫിർഔനിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെയും കൊണ്ടിട്ട് ഫാറാൻ മരുഭൂമിയിൽ പോയി താമസിച്ചു 2 വർഷം. ഈ ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാലേ ബാക്കി പറയാൻ പോകുന്ന വിഷയം മനസ്സിലാവുള്ളൂ. അപ്പൊ 2 വർഷം ഫാറാൻ മരുഭൂമിയിൽ ഇവരെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവർക്ക് ആധ്യാത്മിക പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തു. 2 വർഷം. ഈ 2 വർഷം നേരത്തെ ഇവരുടെ ആത്മീയ മേഖലയിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിഞ്ഞില്ല. കാരണം ഫിർഔന്റെ പിടിയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. അതുകൊണ്ട് ഫിർഔനിന്റെ മരണത്തിന് ശേഷം 2 കൊല്ലം ഫാറാൻ മരുഭൂമിയിൽ ആധ്യാത്മിക പാഠങ്ങൾ ചൊല്ലിക്കൊടുത്ത് ഇവരുടെ ധാർമ്മികമായ ശേഷി വൈപുല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിച്ചു. അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ഒടുവിൽ അവർക്ക് ആധ്യാത്മിക പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തി. കാരണം വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഇവർ പോകുന്നത്, ഫലസ്തീനിന്റെ മോചനാണ്. ഫിർഔനിന്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം പൂർണ്ണമാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഘട്ടം തുടങ്ങുന്നേ ഉള്ളൂ. ഫിർഔനിന്റെ മരണത്തിന് മുമ്പുള്ള ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് നമുക്കറിയൂ. പക്ഷെ ഫിർഔനിന്റെ മരണത്തിന് ശേഷം ഫലസ്തീൻ സമൂഹത്തിന്റെ പിതൃഭൂമി, പിന്നെ എന്താണ്, ഇസ്രായേൽ സമൂഹത്തിന്റെ പിതൃഭൂമിയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ഈ ഫലസ്തീൻ യാക്കൂബ് അതുപോലെ തന്നെ പിന്നെ യൂസുഫ് പ്രവാചകന്മാരെ പോലെയുള്ള ഇവരുടെ പിതാക്കന്മാരായ പ്രവാചകന്മാരുടെ നാടാണ് ഫലസ്തീൻ. ഈ ഫലസ്തീൻ മണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നൽകാമെന്നത് പരിശുദ്ധ അവർക്ക് മൂസ നബി അലൈഹി സ്വലാം കൊടുത്ത വാഗ്ദാനമാണ്, അല്ലാഹ് കൊടുത്ത വാഗ്ദാനമാണ്. അപ്പൊ ഫലസ്തീനിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഫാറാൻ മരുഭൂമിയിൽ 2 വർഷക്കാലം ആത്മീയ പാഠങ്ങൾ കൊടുത്തു. ഈ ആത്മീയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബനു ഇസ്രായേലികളോട് 2 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ഫലസ്തീൻ മണ്ണിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന അക്രമ സമൂഹങ്ങളുടെ മേൽ ആധിപത്യം കാട്ടണം. എന്ന് വെച്ചാൽ അവരവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവിടുത്തെ പിതൃഭൂമിയായി ഇവരുടെ പിതൃഭൂമി അവിടെ നിന്ന് പിടിച്ചെടുക്കണം. ഇത് 1ാമത്തെ കൽപ്പന. 2ാമത്തെ കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ ഫലസ്തീനിൽ ഇപ്പോൾ താമസിക്കുന്നത് വളരെ മ്ലേച്ഛമായ ആരാധനാ സമ്പ്രദായങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. നിങ്ങളുടേത് പരിശുദ്ധമായ ആരാധനാ സമ്പ്രദായമാണ്, അഥവാ ദീനുൽ ഇസ്ലാമാണ്. ഈ ദീനുൽ ഇസ്ലാമിന്റെ ആരാധനാ സമ്പ്രദായങ്ങളെ ഫലസ്തീനിൽ ഇപ്പോൾ താമസിക്കുന്ന സമൂഹത്തിന്റെ ആചാര സമ്പ്രദായങ്ങളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. ഇത് 2 കൽപ്പനകളാണ് അവരോട് പറഞ്ഞത്. അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിച്ചപ്പോ നമുക്കറിയാമല്ലോ, ഈ സമൂഹം അവരോട് പറഞ്ഞത്, മൂസ നീയും നിന്റെ തമ്പുരാനും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്നാണ്. അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 40 കൊല്ലം ഭൂമിയിൽ ഇവരെ അലയാൻ വിട്ടു. 40 കൊല്ലം ഭൂമിയിൽ തിരിയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അലഞ്ഞു തിരിയാൻ 40 കൊല്ലത്തോളം കറങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു ശാപം എന്ന തരത്തിൽ അവരെ ശപിച്ചു എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശപിച്ചു, അല്ലെങ്കിൽ ഒരു ശിക്ഷ അങ്ങോട്ട് കൊടുത്തു. എന്താ ശിക്ഷ എന്ന് ചോദിച്ചാൽ 40 വർഷം ഇവർ ഭൂമിയിൽ അലഞ്ഞു തിരിയണം എന്നതാണ്. അവസാനം ഇതിനിടയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ പ്രവാചകനും മരണപ്പെടുകയാണ്. അവസാനം 40 കൊല്ലക്കാലം ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണില്ലാതെ ഇസ്രായേൽ സമൂഹം മരുഭൂമികളുടെ അകത്തളങ്ങളിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. വല്ലാത്ത അലച്ചിൽ. 38 കൊല്ലം വേണ്ടി വന്നു ഇവർക്ക് ഫലസ്തീൻ മണ്ണിലേക്ക് കാലുകുത്താൻ. അങ്ങനെ ഫലസ്തീൻ മണ്ണിലേക്ക് ഇവർ കാലുകുത്തിയപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ പറഞ്ഞ 2 കൽപ്പനകളുണ്ട്. ഒന്ന്, ഫലസ്തീനിലെ അവിടുത്തെ സമൂഹത്തെ എന്ത് ചെയ്യണം, അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഈ മണ്ണ് നമ്മൾ സ്വയം പിടിച്ചെടുക്കുക എന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഈ സമൂഹം അത് മറന്നു. എന്ന് മാത്രമല്ല, അവർ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ട് ഈ ഫലസ്തീനിന്റെ ഇട്ടാവട്ട തവടപടങ്ങളായിട്ട് കുടില് കെട്ടിയിട്ട് ഓരോ ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞ് താമസിച്ചു. ഇവരോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കൽപ്പന എന്തോ അതവർ ചെയ്തില്ല, അവർ മറന്നുപോയി. ഇത് 1ാമത്തെ തെറ്റാണ്. 2ാമത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ആചാര സമ്പ്രദായങ്ങളെ
അവരുടെ ആചാരങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തരുത് എന്നാണ്. ഇതും രണ്ടാമത് എന്താണ് അവർ ചെയ്തു. കാലാന്തരങ്ങളിൽ ഇസ്രയേൽ ഫലസ്തീനിന്റെ മണ്ണിൽ ഇവർ താമസിക്കുമ്പോൾ അവിടെ അന്ന് താമസിച്ചു കൊണ്ടിരുന്നത് കനാന്യരെ പോലെയുള്ള അമോരികളെ പോലെയുള്ള കുറെ ആളുകളാണ്. ഈ പശുവിന്റെ കോലത്തിലുള്ള ഏൽ എന്ന് പറയുന്ന ദൈവത്തെ വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. ഏറ്റവും മോശമായ ആരാധനാ സമ്പ്രദായങ്ങളാണ് ആ സമൂഹത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്നത്. അവസാനം ബനു ഇസ്രയേൽ സമൂഹം അവർക്കിടയിൽ താമസിക്കുകയും അവരുടെ ഏറ്റവും സംശുദ്ധമായ ആരാധനാ സമ്പ്രദായത്തെ ഈ ഫലസ്തീനിലുള്ള ആളുകളുടെ ആരാധനാ സമ്പ്രദായങ്ങളുമായി കൂട്ടിക്കലർത്തി. അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞിരുന്ന 2 കൽപ്പനകളും അവർ ലംഘിച്ചു. 2 കൽപ്പനകളും അവർ ലംഘിച്ചു. ഈ 2 കൽപ്പനകളും ലംഘിച്ചതിന്റെ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്, അവസാനം ഈ ഫലസ്തീൻകാരെ സംഘടിച്ചിട്ട് ഇസ്രായേൽ സമൂഹത്തെ അവിടെ നിന്ന് ചവിട്ടിപ്പുറത്താക്കി. അവിടെ നിന്ന് ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു നേതാവിന്റെ കീഴിൽ ഒരു ഏകീകൃത രാഷ്ട്രം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോൾ ഈ സമൂഹം എന്ത് ചെയ്തു? അന്ന് അവരെ പരിപാലിച്ചു കൊണ്ടിരുന്ന അവരുടെ പ്രവാചകനായ ശംവീൽ അഥവാ ശമൂവേൽ പ്രവാചകനോട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. ഈ സംഭവങ്ങള് പരിശുദ്ധ ഖുർആൻ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ ഒരു പ്രവാചകനെ നിശ്ചയിച്ചു തരാൻ പറഞ്ഞപ്പോ ഈ ശമൂവേൽ പ്രവാചകൻ എന്ത് ചെയ്തു? താലൂത്തിലെ രാജാവായിട്ട് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ താലൂത്തിലെ രാജാവായിട്ട് ഇവർ നിശ്ചയിച്ചു. താലൂത്തിന്റെ കീഴിൽ ഇവർ സംഘടിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്ത് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിന്റെ മനോഹരമായ പരിശുദ്ധമായ ആരാധനാ സമ്പ്രദായങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ തെളിഞ്ഞ ആരാധനാ സമ്പ്രദായങ്ങളെ ഫലസ്തീനിന്റെ മണ്ണിൽ താമസിക്കുന്ന അമുസ്ലിമീങ്ങളായ ശിർക്കിൽ വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ ആരാധനകളുമായിട്ട് കൂട്ടിക്കലർത്തി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഒരു ബഹുസ്വര സമൂഹമാണ്. മുസ്ലിം സമൂഹം ഇവിടെ വരുമ്പോൾ ഇവിടെ ഹൈന്ദവരായ സമൂഹങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടെ ഹൈന്ദവരായ ആളുകളുണ്ട്. ഹൈന്ദവരാണ് മുസ്ലിം സമൂഹത്തെ ഇങ്ങോട്ട് സ്വീകരിച്ചത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ചര്യയിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്ന തനതായ ആചാര സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ ശീലങ്ങളും ആരാധനകളുമുണ്ട്. പക്ഷെ കാലാന്തരങ്ങളിൽ എന്ത് സംഭവിച്ചു? മുസ്ലിം സമൂഹം നമ്മുടെ ആരാധനകളെ ഇവിടുത്തെ ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി. ഹൈന്ദവാചാരങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി. ഒരു കാലത്ത് ബനു ഇസ്രായേൽ സമൂഹം ആ ഫലസ്തീനിലുള്ള ജനതകളുടെ ആരാധനകളുമായിട്ട് സ്വന്തം ആരാധനകളെ കൂട്ടിക്കലർത്തിയതുപോലെ ഈ മുസ്ലിം സമൂഹവും നമ്മുടെ ആരാധനകളെ ഹൈന്ദവ സങ്കല്പങ്ങളുമായിട്ട് കൂട്ടിക്കഴിച്ചിട്ട് ഏതാണ് ഇസ്ലാമിക സങ്കല്പമെന്നും ഏതാണ് ഹൈന്ദവ സങ്കല്പമെന്നും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ ആരാധനകൾ കൊണ്ടുപോയി തകർത്ത് കളഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ശരിയല്ലേ? ഇസ്രായേൽ സമൂഹം ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ആ പരിപാടി ഇന്നത്തെ സമകാലിക മുസ്ലിം സമൂഹം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു കാര്യം, ഏത് കാര്യം എടുത്താലും ഒരു വിവാഹം നിങ്ങൾ എടുത്തു നോക്ക്. വിവാഹത്തിൽ ഇസ്ലാമികമല്ലാത്ത എന്തെല്ലാം കർമ്മമുണ്ട് ഇല്ലേ? വിവാഹത്തിൽ ഇന്നും താലി കെട്ടൽ സുലഭമായി നടക്കുന്നുണ്ട്. താലി കെട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരമല്ല എന്നത് ഇവിടുത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയുന്ന കൊച്ചുകുട്ടി പോലും സമ്മതിക്കുന്ന സംഗതിയാണ്. പക്ഷെ എന്നിട്ടും ഈ താലി കെട്ടുന്ന സമ്പ്രദായത്തിൽ നിന്ന് മുസ്ലിം യുവതം ഇനിയും മാറി നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഇനി ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരൻ, ആദർശമുള്ള ചെറുപ്പക്കാരൻ താലി വേണ്ടെന്ന് വെച്ചാലും ഏറ്റവും അധികം താലി കെട്ടണമെന്ന് വാശി പിടിക്കുന്ന നമ്മുടെ സഹോദരിമാരാണ്. അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന താലി കെട്ടിയാൽ അവർക്കൊരു സംതൃപ്തിയാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിവാഹത്തിൽ ഹൈന്ദവ സംസ്കാരം കടന്നുകൂടി. ഇനി നിങ്ങൾ ഒരു വീടിന്റെ കയറി താമസം, നമ്മളതിനെ വിളിക്കുന്നത് പാലുകാച്ചി എന്നാണ് ഇല്ലേ? പാലുകാച്ചി എന്നാണ്. ആ പറച്ചിലിൽ പോലും ഇല്ലേ ഒരു ഹൈന്ദവത? പാലുകാച്ചി എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് എന്താണ് പറയാ, പഠിച്ചിറങ്ങി ആദ്യമൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത്, അതുപോലെ തന്നെ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ പോലുള്ള മൗലികമാർക്കൊക്കെ അതായത് വീടിന്റെ പാലുകാച്ചിന്റെ ദിവസം പണ്ടൊക്കെ ഇപ്പോഴും അറിയില്ല, സുബഹി നമസ്കാരമൊക്കെ വീട്ടിലാണ് നമസ്കരിക്കുന്നത്. അങ്ങനത്തെ സമ്പ്രദായമുണ്ട്. പുരുഷന്മാർക്ക് പള്ളിയിലാണ് നമസ്കാരം ഇല്ലേ? പുരുഷന്മാർക്ക് പള്ളിയിലാണ് നമസ്കാരം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബാങ്ക് കേൾക്കുന്ന ദൂരത്തിൽ വീടുള്ള ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് പോയി നമസ്കരിച്ചില്ലെങ്കിൽ അവന്റെ ആരാധന പരിഗണിക്കപ്പെടൂല എന്ന് വരേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇന്നും ഒരു വീട് ഇസ്ലാമികമായ ആളുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇമാമിനെയും കുറെ ആളുകളെ കൂട്ടത്തോടെ പൊക്കിക്കൊണ്ട്
കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി സുബഹി നമസ്കരിക്കലാണ്. ഇല്ലേ? എന്തൊരു ഇസ്ലാമികതയാണ് ഇതിന്! നേർക്ക് നേരെ ഹൈന്ദവതയുമായി ബന്ധമൊന്നുമില്ല. പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ പുരുഷന്മാർക്ക് പള്ളിയിൽ തന്നെയാണ് നമസ്കാരം. വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ജമാഅത്ത് നമസ്കാരം വീട്ടിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, വീട്ടിലേക്ക് പണ്ടൊക്കെ ഇങ്ങനെ പോയിരിക്കുമ്പോ ആ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ സഹോദരിമാരൊക്കെ ഒരു പുതിയ കലം വാങ്ങി ആ കലം കൊണ്ടുപോയി വീട്ടിനകത്ത് വെച്ചു. എന്നിട്ട് അതിന് അടുപ്പത്ത് തീ കൊളുത്തി. എന്നിട്ട് അതിനകത്ത് ഫ്രഷ് കലമാണ്, അതിന് ആചാരത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് അതിനകത്ത് പാലം കൊണ്ട് ഒഴിച്ചു. ഈ പാലം കൊണ്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ എന്താണ് പതഞ്ഞ് പൊന്തി വന്നിട്ട് ഈ കലത്തിന്റെ പുറത്തേക്ക് തൂകിയിട്ട് അത് അടുപ്പത്തേക്ക് വീഴണം. അപ്പോഴാണ് ഇതിനെയാണ് അതിന് പാല് കാച്ചൽ എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം നിങ്ങൾ പക്ഷേ ഇന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ പാല് കാച്ച് നടക്കുന്ന വീടുകളുടെ അടുക്കളയിലേക്ക് കയറി നോക്കിയാൽ സഹോദരിമാര് വല്ലാത്ത ഭക്തിയോടുകൂടി ചെയ്ത് അത് തലമറച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ആവേശത്തോടുകൂടി ഇത് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ സമ്പ്രദായം നമ്മൾ എവിടെ നടത്തുന്നതാണ്? ഈ സമ്പ്രദായം നമ്മൾ എവിടെ നടത്തുന്നതാണ്? ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹം കൈക്കൊണ്ടതാണ്. ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഇനിയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ നഹ്സ് എന്ന് പറയുക 11 പള്ളിക്ക് കമ്മിറ്റി വ്യാഴാഴ്ച ദിവസം എന്താണ് നിക്കാഹ്. അപ്പൊ ഇമാമിനോട് കൊടുത്തിരിക്കുന്നത് 10:30ക്കും 11:30ക്കും ഇടയിൽ, അല്ലെങ്കിൽ 11നും 11:30ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പൊ ഈ ശുഭമുഹൂർത്തത്തിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാം ഒരുങ്ങി നിൽക്കും. അവസാനം ഇമാമിനെ കൊണ്ടുപോയിട്ട് സംഘാടക പിതാവ്, ചെക്കന്റെ പിതാവ് വന്നിട്ട് പറയും, എന്തായാലും പയ്യൻ ഇറങ്ങാൻ പോകുന്ന അവസ്ഥാനങ്ങളൊന്നും ഒന്ന് ദ്വാ ചെയ്യണമെന്നാണ്. അപ്പൊ ദ്വാ ചെയ്യാതെ ഇറങ്ങാൻ പറ്റില്ലെന്നാണ്. അപ്പൊ ഇമാം എന്ത് ചെയ്യും? പോയിട്ട് അവിടെ ചെന്നിട്ട് ദ്വാ ചെയ്യാം. അപ്പൊ തുടങ്ങാം. ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഈ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ അല്ലെങ്കിൽ മുഖ്യപ്പെട്ട ഏതോ വേണ്ടപ്പെട്ട അതിഥി വരാനുണ്ട് എന്നാണ്. അധികം ഉസ്താദുമാരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അവിടുത്തെ ഈ മുഹൂർത്തത്തിന്റെ സമയമായിട്ടില്ല. രാശി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താ അതിന് പറയാ? രാഹുകാലം. ആ രാഹുകാലത്തിന്റെ സമയമായിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് തലേ ദിവസം പോയിട്ട് ഏതോ സ്വാമിമാരുടെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ ആ പണിയെടുക്കുന്ന ഏതെങ്കിലും മൗലവിമാരുടെ കയ്യിൽ നിന്നോ രാഹുകാലത്തിന്റെ സമയം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 11:35 ഇടയിലാണ്. വല്ലാത്തൊരു കണക്കാണ്. അപ്പൊ ഈ 2-3 ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് രാഹുകാലമാണ്. അപ്പൊ ഇവര് പ്രതീക്ഷിക്കുന്നത് ഈ രാഹുകാലത്തിന്റെ സമയം കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൗലവി ഭക്തി എന്താണ് ആത്മാർത്ഥത്തോണ്ട് വിചാരിക്കും ഏതെങ്കിലും മുഖ്യപ്പെട്ട അതിഥി വരാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ്. അവസാന ബാച്ചിൽ ഇങ്ങനെ കാരണം അവർ നോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സമയമായി, അവസാനം തുടങ്ങാം. എന്തായാലും ഫാത്തിഹ വിളിച്ചോളൂ, ഫാത്തിഹ. അപ്പൊ ഇങ്ങനെ എന്താണ് വളരെ ആർജവത്തോടു കൂടി അവിടെ നിൽക്കാൻ ഈ രാഹുകാലം എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇല്ലേ? വീടിന്റെ തറക്കല്ലടിയിൽ മുതൽ ഈ രാഹുകാലം നോക്കാത്ത ഒരു സമ്പ്രദായം മുസ്ലിം സമൂഹത്തിന്റെ ഒരു കാര്യത്തിലുമില്ല. കല്യാണം കഴിക്കുന്നതിനുണ്ട്, വീട് വെക്കുന്നതിനുണ്ട്, യാത്ര പോകുന്നതിനുണ്ട്, ഗൾഫ് യാത്ര പോകുന്നതിനുണ്ട്. എവിടെയാണ് ഈ സമ്പ്രദായം ഇല്ലാത്തത്? പക്വതയുള്ള ഇത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് താമസിക്കുന്ന നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഉജ്ജ്വലമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് എന്നാണ്. പക്ഷെ നാട്ടുമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ രാഹുകാലം നോക്കുന്ന മൗലവിമാരും മുല്ലമാരും അതുപോലെ തന്നെ സ്വാമിമാരും അത് നോക്കിക്കൊടുക്കുന്നവരുടെ ഒരു ഗണ്യമായ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ ആരിൽ നിന്ന് സ്വീകരിച്ചു എന്നതാണ്. എന്തായാലും ഇസ്ലാമിന്റെ സങ്കല്പമല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് പിന്നെ നമ്മൾ ആരിൽ നിന്ന് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കാലാന്തരങ്ങളിൽ സ്വീകരിച്ചിട്ട് ഇന്ന് ഇസ്ലാമിന്റെ നിറം കൊടുത്ത് വെള്ളപൂശാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് ഇല്ലാത്തത്? ഞാൻ എക്സാമ്പിളിന് ഏറ്റവും നമ്മുടെ സുപരിചിതമായ ചില സംഗതി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സംഗതി ജനിച്ചാൽ മാത്രമാണോ? മരിച്ചാലുമുണ്ട്. ജനിച്ചാൽ വരെയും നാട് നോക്കുന്നവർ, അതുപോലെ തന്നെ മരിച്ചാൽ 3, 5, 11 ഇങ്ങനെ പോകുന്ന ആചാര സമ്പ്രദായങ്ങൾ, ഇതിനൊന്നും ഇസ്ലാമിൽ പുലബന്ധം പോലുമില്ല. ഇത് നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയുമോ? അപ്പൊ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് സംഭവിച്ചതുപോലെ ഈ മുസ്ലിം സമകാലിക മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചു. അതല്ലേ സംഗതി? എത്ര ഫിറ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബനൂ ഇസ്രായേൽ സമൂഹം ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ ആചാര സമ്പ്രദായങ്ങളുമായിട്ട് ഈ അവരുടെ ശുദ്ധമായ ആചാരങ്ങളെ, ഇതിന്റെ വിശ്വാസങ്ങളെ കൂട്ടിക്കലർത്തിയതുപോലെ ഈ സമൂഹവും ഇവിടുത്തെ ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് സ്വന്തം ആചാരങ്ങളെ കൂട്ടിക്കലർത്തി. എന്നിട്ടതിന് ഇസ്ലാമിന്റെ വർണ്ണം കൊടുത്തു, എന്നിട്ടതിന് സുന്നത്തിന്റെ വർണ്ണം കൊടുത്തു. അതിനെ എല്ലാത്തിനെയും നമ്മൾ ചുരുട്ടിക്കെട്ടി പ്രവാചകന്റെ പേരിൽ വെച്ചു. വല്ലാത്തൊരു ക്രൂരതയാണ്. ഈ ഒരു കർമ്മം അവർ ചെയ്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ച രീതി നിങ്ങൾക്കറിയുമോ? എന്റെ സഹോദരന്മാരെ മനസ്സിലാക്കുക. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ചരിത്രത്തിന്റെ ബാക്കി, താലൂത്തിനെ രാജാവായിട്ട് നിശ്ചയിച്ചു. താലൂത്തിന് ശേഷം ദാവൂദ് പ്രവാചകൻ വന്നു, പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഈ 3 സാരഥികൾക്ക് ശേഷം
ഇസ്രായേൽ സമൂഹത്തിൽ പിന്നെയും ശിർക്ക് പകർന്നു. അവസാനം ഇസ്രായേൽ സമൂഹം രണ്ടായിട്ട് വിഭജിച്ചു. ഞാൻ ഒരുപാട് ചരിത്രം നീട്ടി പറയുന്നില്ല. ഇസ്രായേൽ സമൂഹം പിന്നെയും രണ്ടായിട്ട് വിഭജിച്ചു. ഒന്നിന്റെ പേര് യഹൂദ രാഷ്ട്രമെന്നും രണ്ടാമത്തതിന്റെ പേര് ഇസ്രായേൽ രാഷ്ട്രമെന്നുമാണ്. ഈ രണ്ട് രാഷ്ട്രങ്ങളും രണ്ടായിട്ട് ബനു ഇസ്രായേലിൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം രണ്ടായിട്ട് പിരിഞ്ഞു. അതിൽ ഒന്നിന്റെ പേരാണ് യഹൂദ രാഷ്ട്രമെന്നും രണ്ടാമത്തതിന്റെ ഇസ്രായേൽ രാഷ്ട്രമെന്നുമാണ്. ഒന്നിന്റെ പേര് രണ്ടിനും രണ്ടിൻ്റെതായ ഒരു ശൈലിയുണ്ട്. യഹൂദ രാഷ്ട്രത്തിന്റെ കാര്യമെടുക്കാം. ഒന്നാമത് നിങ്ങൾ നോക്കി, യഹൂദ രാഷ്ട്രം അത് പഴയതുപോലെ തന്നെ ശിർക്കുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയപ്പോ അല്യസ പ്രവാചകനും ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവസാനം ഇവർ സമുദ്ധാരണം ഇവർക്കിടയിൽ നടന്നില്ല എന്ന് മാത്രമല്ല, ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസ്കരണ പ്രക്രിയകളെ അവർ തകിടം മറിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ആചാരങ്ങളെ അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിമുകളുടെ ആചാരങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ നോക്കണം. അവസാനം അശൂർ രാജാവായ സർഗോൺ അവിടെ കടന്നു വന്നിട്ട് ഇവരെ ക്രൂരമായി വേട്ടയാടി. ഈ യഹൂദ രാഷ്ട്രത്തെ തച്ച് തകർത്തു. ഞാൻ പറയുന്നത് സൂറത്ത് ബനു ഇസ്രായേലിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ്. ആ പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറയുകയാണ്. അവസാനം യഹൂദ രാഷ്ട്രം ഈ സ്വന്തം ആദർശങ്ങളെ കൈയൊഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത സമൂഹത്തിന്റെ യഹൂദ രാഷ്ട്രത്തെ ശിഥിലമാക്കി കളഞ്ഞു. അശൂർ രാജാവായ സർഗോൺ കടന്നു വന്നിട്ട് ഈ സമൂഹത്തെ ശിഥിലമാക്കി എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് വധിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്, ഫജാസൂ ഖിലാലദ് ദിയാർ. അവരുടെ വീടകങ്ങൾക്കിടയിലൂടെ അവരെ തെരഞ്ഞുപിടിച്ചു, എന്നിട്ട് അവരെ തെരഞ്ഞുപിടിച്ച് കൊന്നുകളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സർഗോണിന്റെ കിരാതമായ ചെയ്തികളിലൂടെ ആയിരക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 27,000-ഓളം ആളുകളെ ഫലസ്തീനിൽ ഈ യഹൂദ രാഷ്ട്രത്തിൽ നിന്ന് പുറത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിഥിലമാക്കി കളഞ്ഞു. ഇതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ. ഇനി ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ആളുകൾ നോക്ക്. ഈ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പരിപാടിയും ഇങ്ങനെ തന്നെ രണ്ടായിട്ട് തിരിഞ്ഞറിഞ്ഞ ഈ രാഷ്ട്രം, ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഥിലമാക്കി. ആരാണെന്ന് ചോദിച്ചാൽ നെബൂഖദ്നസർ എന്ന് പറയപ്പെടുന്ന രാജാവിലൂടെ, അഥവാ ബുഖ്തുന്നസർ എന്ന് അറബിയിൽ പറയുന്ന രാജാവ്. അപ്പൊ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ജൂതരാഷ്ട്രം രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്ന് യഹൂദ രാഷ്ട്രവും 2 ഇസ്രായേൽ രാഷ്ട്രവും. ഈ യഹൂദ രാഷ്ട്രത്തെ അശൂർ രാജാവായ സർഗോണിലൂടെ കിരാതമായി നശിപ്പിക്കപ്പെട്ടു. ആ സമൂഹം ശിഥിലമായി തകർന്ന് തരിപ്പണമായി. രണ്ടാമത്തത് യഹൂദ രാഷ്ട്രം ഇസ്രായേൽ രാഷ്ട്രമാണ്. ഈ ഇസ്രായേൽ രാഷ്ട്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുഖ്തുന്നസറിലൂടെ ക്രൂരമായി ശിഥിലമാക്കി കളഞ്ഞു. അവസാനം ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്തു. ഖുർആനാണ് ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. അവസാനം എന്ത് ചെയ്തു? ഇത്രയും ക്രൂരമായ ശൈഥില്യത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഈ സന്ദർഭത്തിലാണ് ഉസൈർ പ്രവാചകൻ, ഉസൈറിനെ അവരെ ദൈവത്തിന്റെ പുത്രനാക്കിയല്ലോ, ആ ഉസൈർ പ്രവാചകൻ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയമം അനുസരിച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഴിയിലൂടെ ഈ സമൂഹത്തെ ഉദ്ധരിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ്. അവസാനം പിന്നീട് ഈ സമൂഹം ഉയർത്തെഴുന്നേറ്റ് വരികയും ഏറ്റവും കൂടെ പിന്നീട് അതിനുശേഷം അലക്സാണ്ടറുടെ പടയോട്ടമുണ്ടായി. അതിനുശേഷമുള്ള സുപ്രസിദ്ധമായ മക്കാവി വിപ്ലവം അരങ്ങേറി. ഇതിനെല്ലാത്തിനും ശേഷം ചരിത്രം ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, അവസാനം മൂസ നബിയുടെ കാലം മുതൽ തുടങ്ങിയ ഈ ഓട്ടത്തിനൊടുവിൽ യേശുവിന്റെ കാലത്തിന് ശേഷം, അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഈ സമൂഹം റോമമായിട്ട് സംഘടനത്തിൽ ഏർപ്പെട്ടു. റോമമായിട്ട് സംഘടനത്തിൽ ഏർപ്പെട്ടുവെന്ന് മാത്രമല്ല, 1,33,000-ഓളം ആളുകൾ വധിക്കപ്പെട്ടു. അവസാനം ജൂത സമൂഹം എത്ര കിരാതമായിട്ടാണ് നൂറ്റാണ്ടുകളോളം വേട്ടയാടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ ചരിത്രം നമുക്ക് ഉപകരിക്കും. അവസാനം 1,33,000-ഓളം വരുന്ന ആളുകളെ ഈ റോമൻ സമൂഹം വധിച്ചു കളഞ്ഞു. 67,000-ഓളം ആളുകളെ തടവിലിട്ടു. ആയിരക്കണക്കിന് ആളുകളെ ആംഫി തിയേറ്ററുകളിൽ കാട്ടുമൃഗങ്ങളോടൊപ്പം മല്ലടിപ്പിച്ച് അവസാനം ക്രൂരമായി വധിക്കപ്പെട്ടു. ഇങ്ങനെ ഏറ്റവും ക്രൂരമാം വിധം ജൂത സമൂഹം വേട്ടയാടി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഈ അലച്ചില് തുടങ്ങിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം വരെ ഇവർ ഈ ഓട്ടം തുടർന്നുകൊണ്ടിരുന്നു. എന്താ ഇവർ ചെയ്ത തെറ്റ്?
ഈ വിഷയത്തിൽ ഇവര് ചെയ്ത തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന്, അവരുടെ ശരിയായ ഉത്തരവാദിത്തത്തെ മറന്നു. ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് അവരെ പുറത്താക്കിയില്ല എന്നുള്ളതാണ്. പിന്നെ ഫലസ്തീൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്, ആ പിതൃഭൂമിയായ ഫലസ്തീനിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചില്ല. രണ്ട്, സ്വന്തം ആചാരങ്ങളെ മറ്റുള്ളവരുടെ ആചാരങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി എന്ന ഒരു പാതകം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹവും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ സമകാലിക മുസ്ലിം സമൂഹം ഒരു എളുപ്പമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ ബനു ഇസ്രായേലിന്റെ ചരിത്രം സാന്ദർഭികമായി പറഞ്ഞാൽ, ബനു ഇസ്രായേലിന്റെ ചരിത്രം പിഴക്കലിന്റെ മാത്രമല്ല പിഴപ്പിക്കലിന്റെ ചരിത്രം കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിഴക്കലിന്റെ മാത്രമല്ല പിഴപ്പിക്കലിന്റെ കൂടി ചരിത്രമുണ്ട്. എന്ന് വെച്ചാൽ ബനു ഇസ്രായേൽ സമൂഹം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെന്താണ് തൂരിസീനാ പർവ്വതത്തിലേക്ക്, തൂർ പർവ്വതത്തിലേക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ ഹാറൂൻ പ്രവാചകനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ ഹാറൂൻ പ്രവാചകൻ ഏൽപ്പിച്ചിട്ട് പോയപ്പോ പ്രവാചകന്റെ കീഴിൽ ഈ സമൂഹം നിലനിന്നപ്പോ സാമിരി എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ പശുക്കുട്ടിയിൽ ദിവ്യത്വമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തെ മൊത്തത്തിൽ അവരുടെ ഏകത്വത്തെ, തൗഹീദിനെ ചൂഷണം ചെയ്ത കഥ കൂടി ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലേ? ഇത് യഥാർത്ഥത്തിൽ വളരെ ഫിറ്റാണ്. ഈ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ഓരോ ചലനവും യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. ഈ സാമിരി എന്ത് ചെയ്തു? ഒരു പശുക്കുട്ടി ഉണ്ടാക്കി. പരിശുദ്ധ ഖുർആൻ അതിന് പറയുന്നത്, ഈ പശുക്കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബനു ഇസ്രായേലിലെ പിന്നെ സഹോദരിമാരും അതുപോലെ തന്നെ ആളുകളൊക്കെ സ്വർണ്ണങ്ങളൊക്കെ ഊരി കൊടുത്തുവെന്നാണ്. സ്വർണ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിനെ ഉരുക്കിയിട്ട് അതിൽ നിന്നാണ് ഒരു പശുക്കുട്ടി ഉണ്ടാക്കിയെന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ പശുക്കുട്ടി ഉണ്ടാക്കിയതിനു ശേഷം ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുക്രയിടുന്ന പശുക്കുട്ടി എന്നാണ്. ദൂതന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് മുക്രയിടുന്ന പശുക്കുട്ടി ഉണ്ടാക്കി എന്ന് ഖുർആൻ പറയുന്നു. ദൂതൻ എന്ന് പറഞ്ഞാൽ അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുന്ന വഴിയിൽ എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താണ് വഹീമായിട്ട് വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുതിരയുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് ആ മണ്ണിന് ദിവ്യത്വമുണ്ടെന്ന് ആരോപിച്ചിട്ട് അതുകൊണ്ട് ഈ പശുക്കുട്ടിക്ക് ജീവൻ കൊടുത്തു എന്നാണ് സാമിരിയുടെ വാദം. യഥാർത്ഥത്തിൽ സാമിരി എന്ന ജനങ്ങളെ കബളിപ്പിച്ചു, അല്ലെ? ഇന്നും വിദ്യാഭ്യാസമുള്ള സമൂഹത്തെ വരെ ഏറ്റവും അധികം ക്രൂരമായി കബളിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ദിവ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അന്ന് സാമിരി ആ സമൂഹത്തെ പീഡിപ്പിക്കുന്നതാണ്, ക്രൂരമായി എന്ത് ചെയ്തു? പിന്നെന്താണ് ഭിന്നിപ്പിച്ചു. അവരുടെ ഏകദൈവ വിശ്വാസത്തെ ശിഥിലമാക്കി. ഈ പശുക്കുട്ടിയുടെ ചുറ്റും ആരാധനകളുമായിട്ട് ഇസ്രായേൽ സമൂഹം ഒത്തുകൂടി. ഇന്നും ഇത് തന്നെയല്ലേ നടക്കുന്നത്? അന്നത്തെ സാമിരിയുടെ കോലം എന്താണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ അഭിനവ സാമിരിമാരുടെ കോലത്തിന് എന്റെ ഈ കോലവുമായിട്ട് സാമ്യമുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകും. ഇതൊരു സത്യമാണ്. അന്ന് സാമിരി ആ സമൂഹത്തെ പിഴപ്പിച്ചതുപോലെ ഇന്ന് അഭിനവ സാമിരികൾ ഒന്നല്ല 1000 പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തെ പിഴപ്പിക്കാൻ ദിവ്യത്വത്തിന്റെ പേര് പറഞ്ഞ്, ഇല്ലേ? ദിവ്യത്വത്തിന്റെ പേര് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ, ഇസ്രായേൽ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് സ്വർണവും പണ്ടവും പിടിച്ചു വാങ്ങിയതുപോലെ ഇന്നും ദിവ്യത്വത്തിന്റെ പേര് പറഞ്ഞ് അവശിഷ്ടങ്ങൾ കൊണ്ടുവച്ചിട്ട് ഈ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പരിപാടി അഭിനവ സാമിരിമാരെ വെച്ച് നടത്തുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ മേഖലകളിലുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ സമൂഹത്തിൻ്റെത് പിഴക്കലിൻ്റെത് മാത്രമല്ല പിഴപ്പിക്കലിന്റെ ചരിത്രം കൂടിയുണ്ട് എന്ന്. അവരും ക്രൂരമായി ചിലപ്പോഴെങ്കിലും വേട്ടയാടപ്പെട്ടു, ചിലപ്പോഴെങ്കിലും ചിലരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതും നമ്മുടെ സമൂഹത്തിൽ വളരെ ഫിറ്റാണ്. അപ്പോ ബനു ഇസ്രായേൽ സമൂഹം ചെയ്ത രണ്ടാമത്തെ അപരാധം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം ആചാരങ്ങളെ ഇതര സമൂഹത്തിന്റെ ആചാരങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി എന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആരോപണത്തിലേക്ക് പോകാം. പരിശുദ്ധ ഖുർആൻ പറയട്ടെ, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. ഇത് മൂന്നാമത്തെ ആരോപണം. എണ്ണം എന്റേതാണ് എന്നത് സാന്ദർഭികം നിങ്ങൾ ഓർത്ത് വെക്കുക. യാ അഹ്ലൽ കിതാബി, ഓ അഹ്ല കിതാബുകളെ, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും. വളരെ സുപ്രധാനമായി ഇന്നത്തെ സമകാലിക മുസ്ലിം സമൂഹത്തിന്റെ ജീവിതവുമായിട്ട് വല്ലാതെ ഫിറ്റാവുന്ന ആയത്തുകളും വിഷയങ്ങളും മാത്രമേ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ ഈ വിഷയത്തിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂന്നാമത് പറയുന്നത്, യാ അഹ്ലൽ കിതാബി, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ ദീനിൽ, മതത്തിൽ നിങ്ങൾ അതിരുകവിയാൻ പാടില്ല. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്,
അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. സൂറത്തുൻ നിസാഇലെ 171 സൂക്തമാണ്. മതത്തിൽ അതിരു കവിയരുത് എന്ന് ഇസ്രായേൽ സമൂഹത്തെ അല്ലെങ്കിൽ വേദക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, ഖുൽ നബിയെ പറയുക, യാ അഹ്ലൽ കിതാബ്. ഇത് പ്രവാചകന്റെ കാലത്തെ സംഭവമാണ്. ഈ സംബോധന യാ അഹ്ലൽ കിതാബ് ഇത് ക്രൈസ്തവരെ ഉദ്ദേശിച്ചുകൊണ്ടുമാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറുൽ ഹഖ്, അന്യായമായ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരു കവിയാൻ പാടില്ല. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ ഇച്ഛകളെ നിങ്ങൾ പിന്തുടർന്നു പോകരുത്. ഖദ് ളല്ലൂ മിൻ ഖബൽ, ഒരുപാട് മുമ്പ് അവർ പിഴച്ചിട്ടുണ്ട്. വളല്ലൂ കസീറൻ, ഒരുപാട് പേരെ പിഴപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ വഴിയെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അതുവഴി നിങ്ങൾ നടക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മതത്തിൽ അതിരു കവിയരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഇനിയുമുണ്ട് ജൂത സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട്. എന്താണ് ഈ ഉലുവ് എന്ന് പറഞ്ഞാൽ? ലാ തഗ്ലു എന്ന് പറഞ്ഞാൽ ഉലുവ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമാണ്. ഉലുവ് എന്ന് പറഞ്ഞാൽ തീവ്രത എന്നും അതുപോലെ തന്നെ പിടിവാശി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മതത്തിൽ തീവ്രത പാടില്ല. ഇത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ജൂത സമൂഹം ഒരു കാലത്ത് കൊണ്ടു നടന്നിരുന്ന ഒരു ശൈലിയാണ് തീവ്രത പാടില്ല എന്നുള്ളത്. ഇന്നും യഥാർത്ഥത്തിൽ ഉലുവിന്റെ ഭൂമിക എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. തീവ്രത എന്ന് പറഞ്ഞാൽ, എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, തീവ്രത എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ തീവ്രത പാടില്ല, ആരാധനയിൽ തീവ്രത പാടില്ല, നയസമീപനങ്ങളിൽ തീവ്രത പാടില്ല, പ്രബോധന മേഖലകളിൽ തീവ്രത പാടില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം, ഭക്തിയിലും തീവ്രത പാടില്ല എന്ന്, അല്ലേ? ഭക്തി കുറച്ച് കൂടിയാൽ കുഴപ്പമാണോ എന്നല്ല ഞാൻ ഈ പറയുന്നത്. ഭക്തി കുറച്ച് കൂടട്ടെ, കുറച്ചെന്നല്ല കുറച്ച് അധികം കൂടിക്കോട്ടെ. ഭക്തി കൂടുന്നതിനെ കുറിച്ചല്ല, ഭക്തിയിൽ തീവ്ര നിലപാടുകൾ കൈക്കൊള്ളുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കൂ, യാ അഹ്ലൽ കിതാബി എന്ന പരിശുദ്ധ ഖുർആൻ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ക്രൈസ്തവ സഹോദരങ്ങളെയാണ്, ക്രൈസ്തവ സഹോദരങ്ങളെയാണ്. ഇവര് യഥാർത്ഥത്തിൽ അതിര് കവിഞ്ഞത് എന്തിനാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനികൾ അതിര് കവിഞ്ഞത് ഭക്തിയിലാണ്. ഭക്തിയിലാണ് ക്രൈസ്തവ സഹോദരങ്ങൾ അതിര് കവിഞ്ഞത്. എന്ന് വെച്ചാൽ മഹാനായ യേശു പ്രവാചകനായ യേശുവിനെ അവർ ഭക്തി മൂത്തിട്ട് എന്ത് ചെയ്തു? പ്രവാചകനാക്കി ദൈവപുത്രനാക്കി. ഇതാണ് അവർക്ക് സംഭവിച്ചത്. ഭക്തിയിൽ അതിര് കവിയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഒരു പ്രവാചകനായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനായ ഒരു പ്രവാചകനെ ആ പ്രവാചകനോടുള്ള വിശ്വാസം വിധേയത്വത്തിലേക്ക് വഴിമാറുകയും ആ വിധേയത്വം പിന്നെ അടിമത്തത്തിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിൽ യേശു എന്ന് പറയുന്ന ഒരു പ്രവാചകനെ പിടിച്ച് ദൈവപുത്രനാക്കി. ഇതാണ് ഭക്തിയിൽ അതിര് കവിയുക എന്ന് പറയുന്നത്. ഈ ഭക്തിയുടെ തീവ്രത കാരണം ഇവരെന്ത് ചെയ്തു? യേശുവിനെ ദൈവപുത്രനാക്കി സങ്കല്പിച്ചു. അവസാനം മുച്ചൂടും ഇവര് തുരഞ്ഞു പോയി, അല്ലെങ്കിൽ വഴിപിഴച്ചു പോയി എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് സംഭവിച്ചു പോകുന്നത് അതല്ലേ? ആരാധനകളിൽ ഭക്തിയിൽ തീവ്രത നമ്മുടെ സമൂഹത്തിലുമില്ലേ? ഓരോന്നും നമ്മുടെ സമൂഹത്തോട് എടുത്തു വെക്ക്. ഭക്തിയിൽ നമുക്കുമുണ്ട് തീവ്രത. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭക്തി മൂത്തിട്ട് ദൈവത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ പലപ്പോഴും, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നമ്മൾ പലപ്പോഴും വകവെച്ച് കൊടുക്കാറുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു മനുഷ്യൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ വളർച്ചാ ഗതിയെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകൾ അള്ളാഹുവിന്റെ കണ്ണുകളാകും, നിങ്ങളുടെ കരങ്ങൾ അള്ളാഹുവിൻ്റെതാകും, നിങ്ങളുടെ കാലുകൾ അള്ളാഹുവിൻ്റെതാകും എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും ഔലിയാക്കന്മാരും അതുപോലെ തന്നെ മഹത്തുക്കളുമായ ആളുകൾ അവർ ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിച്ചു വരുമ്പോൾ, ആ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ ഇവരുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ച് മാത്രമേ ഇവർ കാണൂ എന്നതാണ്. അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് വിരുദ്ധമായതൊന്നും ഇവർ കാണൂല. അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് വിരുദ്ധമായ ഒരു മേഖലകളിലേക്കും ഇവർ നടക്കൂല. അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും ഇവരുടെ സ്വന്തം കരം കൊണ്ട് ചെയ്യൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവസാനം ഔലിയാക്കന്മാരോട്, ആരിഫീങ്ങളോട് അവരോടുള്ള ഭക്തി മൂത്തിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്തു? പുരാണങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്, തപസ് ചെയ്തിട്ട് വലിയ മുനിമാര് തപസ് ചെയ്തിട്ട് ആ തപസ് മൂത്തിട്ട് അവസാനം ബ്രഹ്മാവിനേക്കാൾ കേട്ടിങ്ങ് വളരും. പിന്നെ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ദൈവങ്ങളോടുന്ന ഓട്ടം നമ്മൾ
പുരാണങ്ങളിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഔലിയാക്കന്മാര് പിന്നെന്താണ് ഔലിയാക്കന്മാർ അള്ളാന്റെ കണ്ണാകും കാതാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹു കാണുന്നതെല്ലാം ഇവരും കാണുമെന്നാണ്. നഊദുബില്ലാ, അല്ലേ? അള്ള കാണുന്നത് പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കാണും, അള്ള കേൾക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ കേൾക്കും, അള്ള എന്താണ് പിന്നെ അറിയുന്നത് പോലെ ഇവരും അറിയും എന്ന് പറയുമ്പോഴും ബനു ഇസ്രായേലിന്റെ ഈ സ്വഭാവം നമ്മൾ പിൻപറ്റി. ഇത് ശരിയല്ലേ? ഇന്ന് സമൂഹം ശരി ഇതിങ്ങനെ കാണാൻ പറയാൻ പറ്റുമോ? ഈ തിരുവനന്തപുരത്ത് പാളയത്തിൽ നിന്നിട്ട് ധൈര്യമായിട്ട് പറയാം. ഇത് അങ്ങ് തെക്കൻ കേരളത്തിലാണ് പോയാൽ ഈ കോലത്തിൽ ഇറങ്ങി പോകാൻ പറ്റൂല. കാരണം അത് അനാദരമായിട്ട് മുദ്രകുത്തപ്പെടുന്ന ഒരു കാലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഭക്തിയിൽ തീവ്രത കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിലും അത് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ആരിഫീങ്ങൾക്ക് മൗലിയാക്കന്മാർക്കും അള്ളാഹുവിന്റെ കഴിവുകൾ പകർത്തു കൊടുത്തു, അല്ലെ? ശുദ്ധ തൗഹീദിന്റെ നേരെ ഘടകവിരുദ്ധമായ പണി. അള്ളാഹുവിന്റെ കഴിവുകളെ മനുഷ്യർ ഭക്തിയിൽ കുറച്ച് കൂടി വന്നപ്പോ സാലിഹ്യങ്ങളായ ആളുകളുടെ പേരിൽ വകവെച്ചു കൊടുത്തു. ഇത് യഥാർത്ഥത്തിൽ വല്ലാത്ത ക്രൂരതയാണ്. അപ്പൊ ക്രൈസ്തവ സഹോദരങ്ങൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിപാടി ഇന്ന് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ പേരിലുമുണ്ട് ഈ അമിതമായ ഭക്തി. ഞാൻ പറയുന്ന അതേ പോയിന്റിനെ നിങ്ങൾ എടുക്കാവൂ. അതിനപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് എന്നെ തെറ്റിദ്ധരിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. പ്രവാചകൻ നമ്മുടെ വികാരമാണ്, ഒരു സംശയവുമില്ല. പ്രവാചകന്റെ അവദാനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രകീർത്തിക്കും. പ്രവാചകൻ മുസ്ലിം സമൂഹത്തിന്റെ കാലത്തേക്കും വലിയ വികാരമാണ്. അതൊരു സംശയവും ആ വിഷയത്തിലില്ല. അതേസമയം പ്രവാചകനോടുള്ള ഭക്തി, പ്രവാചകനോടുള്ള ആദരവ് തീർച്ചയായിട്ടും മുസ്ലിമീങ്ങൾ സൂക്ഷിക്കണം, എക്കാലത്തും കാത്തു സൂക്ഷിക്കുകയും വേണം. അതേസമയം തന്നെ ഈ ഭക്തി വല്ലാതെ മൂത്തിട്ട് അവസാനം നമ്മൾ പറഞ്ഞു തുടങ്ങി, ഈ സമൂഹത്തിൽപ്പെട്ട ചിലരെങ്കിലും പറഞ്ഞു തുടങ്ങി, മക്കയേക്കാൾ ശ്രേഷ്ഠത മദീനയ്ക്ക് ഉണ്ട് എന്ന്. അങ്ങനെ ഒരു വാദം വളരെ ശക്തമായി തന്നെ ഉണ്ട്. മക്കയേക്കാൾ ശ്രേഷ്ഠത മദീനയിലുണ്ട്, മദീനയ്ക്കുണ്ട് എന്ന് ഈ ആളുകൾ വാദിക്കുന്നുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? മക്കയേക്കാൾ ശ്രേഷ്ഠത മദീനയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ, മക്കയേക്കാൾ ശ്രേഷ്ഠത മദീനയ്ക്കുണ്ട് എന്ന് പറയാൻ കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലാണ്. റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലായതുകൊണ്ട് മക്കയേക്കാൾ മദീനയ്ക്ക് ശ്രേഷ്ഠമുണ്ട് എന്ന്. അത്രയും പോണോ റസൂലിനെ സ്നേഹിക്കാൻ? അത് പറഞ്ഞില്ലെങ്കിൽ റസൂലിനോടുള്ള സ്നേഹമാവില്ലേ? എന്റെ സഹോദരന്മാരെ ആലോചിച്ചു നോക്ക്. മക്ക എന്ന് പറയുന്ന പവിത്രമായ മണ്ണിൽ ഒരു റക്അത്ത് നമസ്കരിക്കുന്നത് 1,00,000 പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിന് വേറെ വല്ലതും വേണോ മക്കയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ? എന്നിട്ട് പ്രവാചകനോടുള്ള അനുരാഗം കൂടി എന്ന് പറയുന്നവർ, അത് കൂടലല്ല, ഒരുതരം ഭ്രാന്താണ്. ഈ ഭ്രാന്ത് അവസാനം മൂത്തിട്ട് മക്കയേക്കാൾ ശ്രേഷ്ഠത മദീനയ്ക്കുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു. എന്നിട്ട് ഒരു വേള ഇങ്ങനെ കൂടി പറഞ്ഞു, പവിത്രമായ സംസം, ഹാജറിന്റെ ഏറ്റവും ഇസ്മായിൽ പ്രവാചകന്റെ കാൽപാദത്തിന്റെ സ്പർശമേറ്റ പവിത്രമായ സംസം എന്ന് പറയുന്ന വെള്ളം റസൂലുള്ളാന്റെ വിരലുകൾക്കിടയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളത്തേക്കാൾ താഴെയാണ് എന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്റ്റഡി ബുക്കുകളിൽ പോലും, ഞാൻ എന്റെ മദ്രസയിലെ കുട്ടികൾക്ക് പോലും അങ്ങനെ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രവാചകന്റെ വിരലുകൾക്കിടയിൽ നിന്ന് മോചിസത്തിന്റെ ഭാഗമായിട്ട് വെള്ളം പോയിട്ടുണ്ട്, അല്ലേ? പ്രവാചകൻ ഒരുപാട് പേരെ കുടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആർക്കാ നിഷേധിക്കാൻ പറ്റുന്ന? ആരാ നിഷേധിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും പ്രവാചകന്റെ മോചിസത്തിന്റെ ഭാഗമാണ്. അവസാനം ഇതിനോട് നമുക്ക് അതിതീവ്രത വന്നിട്ട് ഭക്തി മൂത്തിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, മക്കയിലെ പരിശുദ്ധമായ നൂറ്റാണ്ടുകളോളം മുസ്ലിം ലോകം സ്നേഹത്തോടെ അല്ലെങ്കിൽ ഭക്തിയോടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളം സംസം എന്ന് പറയുന്ന മഹാസംഗതി, അത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ വിരലുകൾക്കിടയിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിന് താഴെ സംസം വരൂ എന്നോളം നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ യേശു എന്ന് പറയുന്ന മഹാനായ പ്രവാചകനെ ദൈവപുത്രനാക്കിയതുപോലെ നമ്മൾക്കും ഭക്തി മൂത്തിട്ട് നമ്മൾ ഇത്യാദി പരിപാടികൾ ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ശരിയല്ലേ? ജൂത സമൂഹത്തിന്റെ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ നിലപാട് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വളരെ ഫിറ്റാണ്. അപ്പോ ഒന്നാമത്തെ സംഗതി ഉലുവിന്റെ ഭൂമിക വിശാലമാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഭക്തിയിലെ തീവ്രത. ഇനിയുമുണ്ട് പ്രബോധന മേഖലകളിലെ തീവ്രത. അതുപോലെ തന്നെ
നിലപാടുകളിലെ ആരാധനകളിലെ തീവ്രത, രാപകലില്ലാതെ ആരാധന ചെയ്യുന്ന പരിപാടി, ഇതൊന്നും ഇസ്ലാമിക റസൂലുള്ളാഹിന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി 3 സഹാബികൾ വന്ന ചരിത്രം നമുക്കറിയാലോ. പ്രവാചകന്റെ ജീവിതം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് 3 സഹാബിമാർ വന്നു. ഇസ്ലാമിന്റെ ആരാധനാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് മനോഹരമായ ഒരു കൺസെപ്റ്റ് നമുക്ക് ഈ സംഭവത്തിൽ കാണാൻ പറ്റും. ഈ 3 പേര് വന്നിട്ട് സംഭവം നമുക്കറിയാവുന്ന സംഗതിയാണ്. 3 പേര് വന്നിട്ട് ആയിഷ ബീവിയോട് റസൂലുള്ളാഹിന്റെ ആരാധനകളെ സംബന്ധിച്ച് ചോദിച്ചു. ആരാധനകളെ സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇത്രയേ ഉള്ളൂ. ഇവര് പ്രതീക്ഷിച്ചത് 24 മണിക്കൂർ റസൂൽ ഇങ്ങനെ നിസ്കാരം എന്നാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നോമ്പാണ് എന്നാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ വന്ന് ഇവരുടെ മുമ്പിൽ റസൂലുള്ളാഹിയോട് ആയിഷ ബീവി റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഇവരോട് പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ നമസ്കാരങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ വളരെ കുറച്ചാണ്. രാത്രി 11 നമസ്കരിക്കൂ, ബാക്കി ഫർദ് നമസ്കാരങ്ങൾക്കോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് വളരെ കുറവായിട്ട് തോന്നി. നമ്മളെന്ന് വാദിക്കുന്നത് പോലെ, പലതിനും ന്യായം കണ്ടെത്തുന്നത് പോലെ ഇവരും ന്യായം കണ്ടെത്തി. അത് റസൂലല്ലേ, റസൂലുള്ളാഹിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് റസൂലിന് അത്ര ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇവര് 3 പേരും 3 പ്രതിജ്ഞ ചെയ്തു. ഒരാൾ പറഞ്ഞു ഇനി എല്ലാ പകലുകളിലും ഞാൻ നോമ്പ് പിടിക്കും. വേറൊരാൾ പറഞ്ഞു ഇനി എല്ലാ രാത്രികളിലും ഞാൻ നിന്ന് നമസ്കരിക്കും, ഉറങ്ങൂല. മൂന്നാമത്തെ ആൾ പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ കല്യാണമേ കഴിക്കൂല. യഥാർത്ഥത്തിൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന പ്രവാചകൻ വളരെ ക്ഷോഭിച്ച് സംസാരിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം കുറച്ച് രാത്രി ഉറങ്ങാതെ പകല് രാത്രി മുഴുക്കെ ആരാധന ചെയ്യുന്നത് അത് അത്രയും മോശമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാത്രി മുഴുക്കയും ഉറങ്ങാതെ ആരാധനകൾ അനുഷ്ഠിക്കുന്നത് അത്ര മോശമാണോ? അതേ മോശമാണ്. മോശമല്ലെന്നെങ്കിലും അല്ല എന്ന് പറയാൻ, മോശമാണ് എന്ന് പറയുന്നില്ലെങ്കിലും എന്താണ് ഇസ്ലാമിന്റെ ആരാധനാ സങ്കല്പങ്ങൾക്ക് ഘടകവിരുദ്ധമാണത്. റസൂൽ അവരോട് പറഞ്ഞത് എന്റെ ചര്യകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അതുകൊണ്ട് ആരാധനകളിലും തീവ്രത പാടില്ല. റസൂൽ ആരാധനകൾക്ക് കൃത്യമായൊരു നിലവാരം നിശ്ചയിച്ചിട്ടുണ്ട്. ആരാധനകളിൽ എവിടം വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആരാധനകളിൽ പ്രവാചകൻ നിശ്ചയിച്ച അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഭക്തിയല്ല എന്നെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഒന്നാമത് പറഞ്ഞു എന്താണ് ഭക്തിയിൽ തീവ്രത, രണ്ടാമത് പറഞ്ഞു ആരാധനകളിൽ തീവ്രത. ഇനി നമുക്കുണ്ട് പ്രബോധനങ്ങളിൽ. ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും അധികം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സംവാദങ്ങളിലും അതുപോലെ തന്നെ പ്രബോധന മേഖലകളിലെ തീവ്രതയാണ്. ഈ തീവ്രതയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സാരല്യം എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ജീർണതയ്ക്കും തീവ്രതയ്ക്കും മധ്യയാണ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എഴുതി വെക്കേണ്ട ഒരു വാക്കാണ്. ജീർണതയ്ക്കും തീവ്രതയ്ക്കും മധ്യയാണ് ഇസ്ലാമിന്റെ സങ്കല്പങ്ങൾ. ഇത് നമുക്ക് എവിടെ ഏത് മേഖലയിൽ എടുത്താലും കാണാൻ പറ്റും. തീവ്രതയുമല്ല ജീർണതയുമല്ല, ഇത് രണ്ടിന്റെയും മധ്യയാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളുടെ സ്ഥാനം എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മുത്തനത്തിഴുകൾക്ക് നാശം. തനത്തു എന്ന് പറഞ്ഞാൽ തൊണ്ട അനക്കുന്നതിനെ കുറിച്ചാണ്. സംസാരിക്കുമ്പോൾ കുറച്ച് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഓന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് ആ തനത്തു എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്വഭാവക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റസൂല് പറഞ്ഞത് മുത്തനത്തിഴുകൾക്ക് നാശം. ഇമാമുന നബവി റഹ്മഹുല്ലാ അദ്ദേഹം ഈ മുത്തനത്തിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്നറിയുമോ? വാക്കിലും പ്രവൃത്തിയിലും തീവ്രത പുലർത്തുക എന്നതാണ്. വാക്കിലും പ്രവൃത്തിയിലും തീവ്രത പുലർത്തുക, അവർക്ക് നാശം എന്നാണ് റസൂല് പറഞ്ഞത്. ഇനി വേറെ ചില മുഫസ്സിറുകൾ അതുപോലെ തന്നെ മുഹദ്ദിസുകൾ പറയുന്നു ഇബാദത്തിൽ ആരാധനയിൽ അമിതത്വം കാണിക്കുന്നവരെന്നാണ്. അപ്പൊ ഈ രണ്ടും ഇതിനകത്ത് പെടും. അപ്പം തീവ്രത എന്താണ്? വാക്കിലും പ്രവൃത്തിയിലും പ്രബോധനത്തിലും ആരാധനകളിലും തീവ്രത പുലർത്തുന്നവർക്ക് നാശം. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. അള്ളാന്റെ റസൂലാണ് പറഞ്ഞത് ഹലക്കൽ മുത്തനത്തിഊൻ 3 പ്രാവശ്യം ആവർത്തിച്ചു. വാക്കിലും പ്രവൃത്തിയിലും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ സങ്കീർണമാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നാശമെന്ന് റസൂല് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം എത്ര ലളിതമാണില്ലേ? ഇസ്ലാം വളരെ ലളിതമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ റമദാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു യുരീദുല്ലാഹു ബിക്കും, യാത്രക്കാർക്ക് നോമ്പ് പിടിക്കണ്ട. അത് യാത്രക്കാരുടെ നോമ്പിന്റെ കാര്യമൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ സൂക്തം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. 30 ദിവസം നോമ്പ് പിടിക്കുന്ന കാര്യം പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇതെന്തൊരു ക്രൂര മതമാണ് എന്നെങ്കിലും തോന്നാൻ സാധ്യതയുള്ള ഒരു ഘട്ടം വന്നപ്പോ അവിടെ പടച്ച തമ്പുരാൻ പറഞ്ഞു അള്ളാഹു നിങ്ങളിൽ യുസ്റാണ് ഉദ്ദേശിക്കുന്നത്, വളരെ ലളിതമായ നിങ്ങളിൽ എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ,
നിങ്ങളുടെ പ്രയാസം, നിങ്ങളിൽ പ്രയാസം അല്ലാഹു ഉദ്ദേശിക്കുന്നേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും ലളിതമായിട്ട് ഇസ്ലാമിന്റെ സാരല്യം മനസ്സിലാക്കാൻ, ഇസ്ലാം എത്ര മൃദുലമാണ് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഗതി ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നോമ്പിലൊരു സഹാബി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അവിഹിത ബന്ധത്തിലല്ല, അസ്തഗ്ഫിറുല്ലാഹ്, എന്താണ്, ഭാര്യയുമായിട്ട് എന്ത് ചെയ്ത് ബന്ധപ്പെട്ടു. ഇത് നോമ്പിലാണ്. നോമ്പില് ഭാര്യയുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും പാപമാണ്. അപ്പൊ നോമ്പിൽ ഈ സഹാബി എന്ത് ചെയ്തു, ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം രണ്ടുപേരും കൂടി എന്ത് ചെയ്തു, റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്നു. നിഷ്കളങ്കരായ സഹാബികൾ അല്ലേ, അത് മൂടി വെച്ചില്ല. നബിയോട് വന്നിട്ട് പ്രതിക്രിയ ചോദിച്ചു. റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ പറ്റിപ്പോയി, എന്താണ് ചെയ്യേണ്ടത്, പ്രായശ്ചിത്തം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഒരടിമയെ മോചിപ്പിക്കാനാണ്. ഒരടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, റസൂലെ, അടിമയെ മോചിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല, ഞാനൊരു സാധുവാ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ വേണ്ടവർ 60 ദിവസം നോമ്പ് പിടിച്ചോ തുടർച്ചയായിട്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നബിയെ, എന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ, എന്റെ ശരീരം വളരെ ശുഷ്കമാണ്, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഞാൻ. ആ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഹദീസിന്റെ ഇബാറത്ത് ഞാൻ പറയുന്നില്ല, ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും 30 ദിവസത്തെ റമദാനിലെ നോമ്പ് തന്നെ ഞാൻ വലിയ പ്രയാസപ്പെട്ടാ പിടിക്കുന്നത് എന്നാ സഹാബി പറയുന്നത്. റമദാനിലെ 30 ദിവസത്തെ നോമ്പ് തന്നെ ഞാൻ വലിയ പാടുപെട്ടാ പിടിക്കുന്നത്. അതുകൂടാതെ 60 ദിവസത്തെ നോമ്പിന്റെ കാര്യം പറഞ്ഞാൽ പെട്ടുപോകും റസൂലെ, അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് മൂന്നാമത് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, 60 മിസ്കിന് ഭക്ഷണം കൊടുക്ക്. അതും പറ്റൂലെങ്കിൽ പിന്നെ നീ അത് ചെയ്യും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനാണ് ഞാൻ, അപ്പൊ പിന്നെ 60 മിസ്കിന് ഞാൻ അങ്ങനെ ഭക്ഷണം കൊടുക്കുക? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുള്ള ആരുണ്ട് എന്നാണ്. അവസാനം ഒരു സഹാബി 60 ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടയിൽ കുറെ കാരക്ക കൊണ്ടുവന്നു. ഈ കാരക്ക കൊണ്ടുവന്നിട്ട് സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവർക്കിടയിൽ വിതരണം ചെയ്യാൻ. ഉടനെ ഈ മനുഷ്യൻ പറയുന്ന വർത്താനം നിങ്ങൾ കേട്ടോളി. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ, ഇത് വേറൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതിങ്ങ് എനിക്ക് തന്നൂടെ, കാരണം ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രൻ. മനസ്സിലായില്ലേ? ഇതിങ്ങ് എനിക്ക് തരി, ഞാൻ തിന്നോളാന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ഇന്നത്തെ ഒരു പണ്ഡിതന്റെ മുമ്പിൽ ഈ സഹാബി ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. നമ്മുടെ പണ്ഡിതന്റെ മുമ്പിൽ, ഒരു ആലിമിന്റെ മുമ്പിൽ ഈ സഹാബിയെ പോലെ ഒരാൾ വന്നിട്ട് ഇതേ വിഷയത്തിൽ സമാനമായ മസ്അല ചോദിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു ഒരു പോക്കില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മതം എത്ര തീവ്രമാണല്ലേ, മതത്തിന്റെ സങ്കല്പങ്ങൾ എത്ര തീവ്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂൽ എന്ത് ചെയ്തു, എന്ത് ചെയ്യും? റസൂൽ എന്ത് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിസ്സംശയം പറയും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുമെന്ന്. അതേ, കൊടുത്തു. പക്ഷേ നമ്മളോട് ഇന്നത്തെ കാലത്ത് ഈ സംഭവത്തെ നിങ്ങളൊന്ന് വിഭാവന ചെയ്തു നോക്കൂ. ഇസ്ലാം എത്ര സാരള്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ തരം പോലെ ഇസ്ലാമിക അധ്യാപനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള വഴിയാണ് ഇത് എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. ഇസ്ലാം നമ്മുടെ സങ്കല്പത്തിനും എത്രയോ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സംഭവം നിങ്ങൾ കേട്ടോളി. സഫ്വാൻ ഇബ്നു മുഅത്തൽ സലമി റളിയല്ലാഹു തആല അൻഹു, ഹദീസ് പഠിക്കുന്നവർക്ക് സഫ്വാന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയും. സഫ്വാൻ ഇബ്നു മുഅത്തലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു. എന്താ പരാതി എന്ന് ചോദിച്ചാൽ, പരാതി വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഇദ്ദേഹത്തിന് 2-3 കുഴപ്പങ്ങളുണ്ട്, ആ കുഴപ്പങ്ങളൊക്കെ ഞാൻ വിട്ടേക്കാം. ഭർത്താവിനെതിരെ ഭാര്യ പരാതി പറയുക, അത് റസൂലുള്ളാഹിന്റെ അടുത്ത് ഇല്ലേ, ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. അങ്ങനെ ഭർത്താവിനെ കുറിച്ച് ഭാര്യ പരാതി പറഞ്ഞപ്പോ ഒരു വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, വലാ യുസല്ലിൽ ഫജ്റ ഹത്താ തത്ലുഅ. ഈ മനുഷ്യന് സുബഹി നമസ്കരിക്കുന്നത് നേരം വെളുത്തിട്ട് സുബഹി നമസ്കരിക്കാൻ പാടില്ലല്ലോ. ഹത്താ തത്ലുഅ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമേ സഫ്വാൻ സുബഹി നിസ്കരിക്കൂ. ഒരു ഭർത്താവിന്റെ ധാർമ്മിക വിശുദ്ധിയിൽ ഒരു ഭാര്യ കാണിക്കുന്ന ജാഗ്രത, അതൊരു കാലത്ത് ഇന്ന് നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റൂല, പക്ഷെ പ്രവാചകന്റെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഇത് കേട്ടിട്ട് നിങ്ങളാരും പരിഭവം പറയാൻ പോകണ്ട. പരിഭവം പറയാൻ പോയാൽ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സഫ്വാനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ സഫ്വാനെ പ്രശ്നം? സഫ്വാൻ സദസ്സിൽ ഇരിപ്പുണ്ട്, ഭാര്യയാണ് വന്നിട്ട് പരാതി പറയുന്നത്. സഫ്വാൻ എഴുന്നേറ്റ് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ലാ നകാദു നസ്തൈഖു ഹത്താ തത്ലുഅ ശംസ്. നബി, എന്റെ കാര്യം അങ്ങേക്ക് അറിയാലോ, നേരം വെളുത്തിട്ടേ എനിക്ക് നമസ്കരിക്കാൻ പറ്റൂ. ഇത്രയേ ഹദീസിലുള്ളൂ.
ഹദീസിൽ 2 വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഒന്ന്, സഫ്വാനിന്റെ കുടുംബത്തിനൊരു പ്രശ്നമുണ്ട്. അതാ വല്ലാതെ ഉറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതക്കാരാണ്, വല്ലാതെ ഉറങ്ങിപ്പോകും, വല്ലാതെ ഉറക്കക്കാരാണ് സഫ്വാന്റെ കുടുംബം. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, മക്കയിൽ എല്ലാവർക്കും അറിയാം, നബിയെ എല്ലാവർക്കും അറിയാലോ, ലാ നകാതു നസ്തൈഖു ഹത്താ തത്ലുഅ ശംസ്, നേരം വെളുത്തിട്ട് നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ളത് എന്റെ അവസ്ഥയാണ് എന്ന് സഫ്വാൻ നബിയോട് പറയാൻ. ഇത് ഒന്നാമത്തെ സംഗതിയാണ്. രണ്ടാമത് വേറൊരു വ്യാഖ്യാനമുണ്ട്, അതിനാണ് കുറച്ച് കൂടുതൽ ആധികാരികതയുള്ളത്. സഫ്വാനിന്റെ ജോലി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ തോട്ടം നനയ്ക്കലാണ്. കുറെ അധികം തോട്ടങ്ങൾ നനയ്ക്കാറുണ്ട്. അപ്പൊ രാത്രി കാലങ്ങളിൽ വലിയ ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് രാത്രി കാലങ്ങളിൽ ദീർഘമായ സമയം തോട്ടങ്ങൾ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് രാത്രിയുടെ അവസാന സമയമാകുമ്പോൾ പള്ളിയിൽ എന്ത് ചെയ്യുമ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുന്നതിന്റെ ആ ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയിട്ട് അവസാനം നേരം വെളുത്ത് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സഫ്വാൻ ഉള്ളത് എന്നാണ് ഈ സഫ്വാൻ റസൂലുള്ളാഹിയോട് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് അത് അറിയാം. സഫ്വാൻ അത്രയും വിശദീകരിക്കുന്നില്ല, കാരണം സഫ്വാന്റെ ആ നിലപാട് എന്താണ് എന്ന് അവിടെ കൂടെ ഉള്ളവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് സഫ്വാൻ അത്രയും പറഞ്ഞത്. ലാ നകാദു ഹത്താ നസ്തൈഖദ, പിന്നെ ഹത്താത്തത്തിലുള്ള ഷംസ്, ഞാൻ സൂര്യൻ ഉദിച്ചതിന് ശേഷം എനിക്ക് നമസ്കരിക്കാൻ പറ്റുമെന്നാണ്. റസൂൽ എന്ത് പറയും? ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. ഏതെങ്കിലും ലന്നിയാത്ത് എന്ന് പറയാൻ പറ്റുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് പഴുതുള്ള ഏതെങ്കിലും വിഷയത്തെ കുറിച്ചല്ല. സുബ്ഹി എന്ന് പറയുന്ന 5 നേരത്തെ സമയം ഖുർആനിലൂടെ സമയം നിർബന്ധമാക്കിയ, സമയബന്ധിതമാക്കിയ ഒരു ആരാധനയെ സംബന്ധിച്ചാണ് ചോദ്യം. ഇസ്ലാം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമസ്കാരത്തെ കുറിച്ചാണ് ചോദ്യം. ഈ ചോദ്യം നടക്കും. ഈ ചോദ്യത്തെ നമ്മളാണെങ്കിൽ എങ്ങനെ അഭിമുഖീകരിക്കും? ഒരിത്തിരി നേരം അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ ചോദ്യം നമ്മളോടാണെങ്കിൽ നാം എങ്ങനെ സമീപിക്കും? അള്ളാഹുവിന്റെ റസൂൽ, കാരുണ്യത്തിന്റെ റസൂൽ, കാരുണ്യമാണ് ഇസ്ലാം, സമാധാനമാണെന്ന് പഠിപ്പിച്ച റസൂൽ, നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്നിട്ട് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യഊദുസ്സലാം, അല്ലാഹുവേ നീയാണ് സലാം, നിന്നിലേക്കാണ് സമാധാനം, ഇസ്ലാം തന്നെയും സമാധാനമാണ്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അത്രയും സമാധാനമാണ്, അതിനെ സങ്കീർണമാക്കുന്നത് നമ്മളാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാനോട് പറഞ്ഞത്, ഇദസ്തൈഖൽത യാ സഫ്വാൻ ഫസല്ലി, വല്ലാതെ മുഹദ്ദിസുകൾ പഠിച്ചിട്ടുള്ള ചർച്ചക്കെടുത്തിട്ടുള്ള ഹദീസാണ്. ഇദസ്തൈഖൽത യാ സഫ്വാൻ, സഫ്വാനെ നീ എപ്പോ ഉണരുന്നോ ഫസല്ലി, അപ്പൊ നിസ്കരിച്ചാൽ മതി എന്നാണ്. മനസ്സിലായില്ലേ? ഉറക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ വിചാരിക്കണ്ട, എന്തായാലും സമാധാനമായി ഒരു പുതിയ ഫത്വ കിട്ടിയല്ലോ എന്നാ. അങ്ങനെ ആരും വിചാരിക്കേണ്ട. കാരണം ഇത് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതിനെ ചൂഷണം ചെയ്യരുത്. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ചൂഷണം നമുക്കിട്ട് കളിക്കാനുള്ളതല്ല, സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ റസൂൽ സഫ്വാനോട് പറഞ്ഞ നീ ഉണരുമ്പോൾ നമസ്കരിച്ചാൽ മതി എന്നാണ്. ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന ഇസ്ലാം. ഇസ്ലാമിന് മനുഷ്യനെ തിരിയും, പക്ഷെ നമുക്ക് തിരിയില്ല. നമുക്ക് ഇസ്ലാമിനെ തിരിഞ്ഞിട്ടില്ല. ഇസ്ലാം സങ്കീർണമല്ല, ജീർണതയ്ക്കും തീവ്രതയ്ക്കും മധ്യേ സന്തുലിതമായ സമൂഹം, സന്തുലിതമായ ഒരു നിലപാടും അധ്യാപനങ്ങളുമാണ് ഇസ്ലാമിനുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഇസ്ലാമിനെ നമ്മൾ തീവ്രമാക്കി എന്ന് പറഞ്ഞാൽ, ഏതറ്റം വരെ പോയി എന്ന് പറഞ്ഞാൽ, നെഞ്ചത്ത് കൈ കെട്ടണോ അതോ പൊക്കിളിന്റെ താഴെ കെട്ടണോ, കൈ അനക്കണോ വേണ്ടയോ, വല്ലാത്ത നിസ്സാരമായ വിഷയങ്ങളിൽ പോലും തർക്കിച്ച് സമയം കളയുന്ന, ആ വിഷയത്തിൽ നമ്മുടെ ജന്മം തളയ്ക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വന്നു. അവസാനം ശൈഥില്യം എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ, ക്രൂരമാമിതം നമ്മുടെ സമൂഹം അവമതിക്കപ്പെട്ടു. ക്രൈസ്തവ ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വേദി കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസിക്കുന്നിടത്തോളം ഈ സമൂഹം മതപ്പതിച്ചു പോയി. ഇസ്ലാമിന്റെ സാരല്യം അവർ തിരിച്ചറിയേണ്ടിയിരുന്നു. ജൂത സമൂഹം ഒരു കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പരിപാടി, ക്രൈസ്തവ സമൂഹം ഒരു കാലത്ത് സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു നിലപാട്, ആ നിലപാട് നമ്മുടെ സമൂഹം അങ്ങനെ തന്നെ പിൻപറ്റുന്നു, അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ഇന്നദ്ദീന യുസ്റുൻ വല യുശാദ്ദുദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. പരിശുദ്ധ റസൂലാണ് പറഞ്ഞത്, ദീൻ വളരെ സരളമാണ്, ദീൻ വളരെ ലളിതമാണ്. പരിശുദ്ധ ദീനിനെ ആര് ക്ലിഷ്ടമാക്കാൻ ഇഷ്ടപ്പെട്ടുവോ അവൻ പരാജയപ്പെടാതിരിക്കില്ല. പരിശുദ്ധ ദീൻ വളരെ സരളമാണ്, അതിന്റെ അധ്യാപനങ്ങൾ വളരെ ലളിതമാണ്. ഈ അധ്യാപനങ്ങളെ ആര് തീവ്രമായി സമീപിക്കുന്നുവോ അവൻ പരാജയപ്പെടും. റസൂലുള്ളാഹിന്റെ വാക്കാണ് ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരാജയം ഏറ്റുവാങ്ങാൻ കഴുത്ത് വെച്ച് കൊടുക്കേണ്ടതില്ല എന്നെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ മുഹ്കമത്ത് എന്നും മുത്തശാബിഹത്ത് എന്നും 2 തരം ആയത്തുകളുണ്ടല്ലേ? പരിശുദ്ധ ഖുർആൻ അതിൽ മുഹ്കമത്തായ ആയത്തുകളാണ് കൂടുതൽ, മുത്തശാബിഹത്തായ ആയത്തുകൾ വളരെ കുറവാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്ത് ആൽ ഇംറാനിലെ 7-ാമത്തെ സൂക്തം,
ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. ഹുവല്ലദീ അവനാകുന്നു, അൻസല അലൈക്കൽ കിതാബ അല്ലാഹു അവനാകുന്നു, അല്ലാഹു എന്താണ് ഗ്രന്ഥം ഇറക്കി തന്നത്. മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഇതിൽ മുഹ്കമത്തുകളായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ് അതാകുന്നു വേദഗ്രന്ഥത്തിന്റെ മൗലിക ഭാഗവും. വഉഖറുൻ മുത്തശാബിഹാത്തുൻ മുഹ്കമത്ത് എന്ന് പറഞ്ഞാൽ ഭിന്നതകൾക്ക് പഴുതില്ല, അസ്പൃശ്യതകളൊന്നുമില്ല, ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. മനസ്സിലായില്ലേ? അത് അവിടെ കൂടി ഇട്ടെങ്കിൽ ഇതിപ്പോ എന്നെ എടുത്തോണ്ട് പോകും ഇതെല്ലാം കൂടെ. അപ്പം എന്താണ് മുഹക്കമത്തും ഉണ്ട്, മുത്തശാബിഹത്തും ഉണ്ട്. അപ്പം മുഹക്കമത്തായ ആയത്തുകളുണ്ട്, എലിന്റെ പറക്കെ പോലെ ഇവിടെ ശ്രദ്ധിക്കും. മുത്തശാബിഹത്തുമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ആയത്ത് പറഞ്ഞത്. ഒരായത്തിന് ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയാൻ. പരിശുദ്ധ ഖുർആനിൽ പിന്നെന്താണ് വ്യാഖ്യാനത്തിന് പഴുതുള്ള അതാണോ ഇതാണോ എന്ന് തിരിച്ചറിയാൻ ഇത്തിരി സങ്കീർണതപ്പെടുന്ന ചില ആയത്തുകളുണ്ട്, മുത്തശാബിഹത്ത് എന്ന് പറയും. ഈ ആയത്തുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നു ഈ ആയത്തോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആനിലെ മുത്തശാബിഹത്തായ ആയത്തുകളുടെ പിന്നാലെ നടക്കുകയാണ്. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുത്തശാബിഹത്തായ ആയത്തുകളെയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് മുത്തശാബിഹത്തിന്റെ പിന്നാലെ ഓടേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വിഷയം ഇവിടെ നിർത്തുകയാണ്. പരിശുദ്ധ സൂറത്ത് ബനൂ ഇസ്രായേൽ സമൂഹവും സമകാലിക മുസ്ലിം സമൂഹവും എന്നതാണ് എന്റെ തലക്കെട്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിന്റെ രണ്ടരട്ടി പരിശുദ്ധ ഖുർആൻ ഇനിയും അതിനെ വിശദീകരിക്കുന്നുണ്ട്. അത് ഇന്നത്തെ സമകാലിക മുസ്ലിം സമൂഹം വല്ലാതെ പഠിക്കേണ്ടതാണ്. അതിന്റെ 2-3 തലങ്ങളെ കുറിച്ച് മാത്രമേ ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളൂ. നമ്മുടെ സമയം അതിന് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി നിങ്ങളുടെ പഠനത്തിന് വിടുകയാണ്. കുറേ അധികമുണ്ട് പഠിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതും ജീവിതത്തിൽ പകർത്താനും പഠിക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ മൂശയിൽ ജീവിതത്തെ വാർത്തെടുക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകളോ കുഴപ്പങ്ങളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സർവേശ്വരനായ തമ്പുരാൻ, സ്നേഹസമ്പന്നനായ നാഥൻ നമുക്കെല്ലാവർക്കും അത് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പ്രയാസങ്ങൾ കൊണ്ടോ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ എല്ലാത്തിനും രോഗത്തിന് ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വെളിച്ചമായി നിലകൊള്ളാനും അതുപോലെ തന്നെ എപ്പം മരിച്ചാലും മുസ്ലിമായി മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി ജീവിക്കുന്നതിലല്ല, മുസ്ലിമായി ജനിക്കുന്നതിനേക്കാൾ മുസ്ലിമായി മരിക്കുന്നതിലാണ് കാര്യം. അതുകൊണ്ട് എവിടെ മരിച്ചാലും എപ്പം മരിച്ചാലും നല്ല മുത്തഖിയായിട്ട് തഖ്വാധിഷ്ഠിതമായ ജീവിതം നയിച്ച് പരലോകം പോകാൻ, സജ്ജനങ്ങളോടൊപ്പം പരലോകം പങ്കിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ